नरसिंहाय नमस्ते जस्ते। ओम नमो भगवते वासुदेवाय। 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 नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपादमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जगताग सामने नमने नमाचार्य पादाय निताय पदायने गौर कथाथामथाय नगर ग्राम धारणे। ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिने नामने नमस्ते साक्षाते देवे गौरवाणी प्रचारणे निर्विशेष शून्यवादी पाश्चात्य देश धारणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री द्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे 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 राम 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 ഹരേ കൃഷ്ണ. നരസിംഹാവതാരം പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ അനുഗ്രഹിക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണ് 12 സ്കന്ധങ്ങളുള്ള ശ്രീമദ് ഭാഗവത്തിലെ 7ാമത്തെ സ്കന്ധത്തിലാണ് നരസിംഹാവതാരം പറയുന്നത്. അതിലൊരു ശ്ലോകം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശ്രീ പ്രഹ്ലാദ ഉവാച ശ്രീ പ്രഹ്ലാദ ഉവാച കൗമാര ആചരേത് പ്രാജ്ഞോ കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ ദുർലഭം മാനുഷം ജന്മ തദപി അധ്രുവം അർത്ഥദം തദപി അധ്രുവമർത്ഥദം. ശ്രീ പ്രഹ്ലാദ ഉവാച കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപി അധ്രുവമർത്ഥദം. ഹരേ കൃഷ്ണ. അച്ഛൻ വായിക്കും. കൗമാര ആചരേ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപി അധ്രുവമർത്ഥദം. ഹരേ കൃഷ്ണ. അപ്പോ നരസിംഹാവതാരം കേട്ടവരുണ്ട് കേട്ടോ ഇവിടെ. ഹരേ കൃഷ്ണ. അപ്പോ ശരിക്കും നരസിംഹാവതാരത്തിന്റെ ആ മൂല കാരണം എവിടെ വെച്ചാണ് തുടങ്ങുന്നത്? വൈകുണ്ഠ ലോകത്തിൽ അല്ലേ? വൈകുണ്ഠ ലോകത്തില് നമ്മുടെ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാര്, അതായത് സനകാദികൾ, സനക, സനന്ദന, സനത്കുമാര, സനാതന്മാർ, അവര് സനന്ദൻ 4 പേര് ബ്രഹ്മാവ് അവരെ സൃഷ്ടിച്ചത് പ്രജാവർദ്ധനവിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അപ്പൊ അവർ ആദ്യമേ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലുതാവാനും പോകുന്നില്ല. വലുതായില്ലേ കുഴപ്പമുള്ളൂ, ഞങ്ങളിപ്പോഴും ഈ ചെറിയ പ്രായത്തിൽ കുമാരന്മാരായിട്ട് തന്നെയായിരിക്കും. അവർ ദിഗംബരന്മാരാണ്, അവർക്ക് വസ്ത്രങ്ങളൊന്നുമില്ല. അപ്പൊ അവര് അങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങി. പക്ഷെ ആദ്യം അവര് ബ്രഹ്മവാദികളായിരുന്നു, ഭഗവാന് രൂപമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അങ്ങനെ അവര് വൈകുണ്ഠത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ഭഗവാന്റെ ആ തൃപ്പാദങ്ങളുടെയും ആ തൃപ്പാദങ്ങളിൽ അർപ്പിച്ച തുളസിയുടെയും ആ സുഗന്ധം അവരുടെ നാസാരന്ധ്രങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ ക്ഷണം അവർ ഭക്തന്മാരായിരുന്നു. ഭാഗവതത്തിൽ വളരെ സുന്ദരമായിട്ട് ശ്ലോകം പറയുന്നുണ്ട്. തസ്യാരവിന്ദ നയനസ്യ പദാരവിന്ദ കിഞ്ചൽകമിശ്ര തുളസീ മകരന്ദവായു അന്തർഗത സ്വവിവരേണ ചകാര തേഷാം
സംക്ഷോഭമക്ഷരജുഷാമപി ചിത്തതന്യോ. അതായത് ഭഗവാന്റെ ഓരോ അവയവങ്ങളെയും വർണ്ണിക്കുന്നത് താരതമ്യപ്പെടുത്തുന്നത് എന്തിനോടാണ്? താമരയോടാണ്, അല്ലെ? കാരണം ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് അതേ ഏറ്റവും സുന്ദരമായിട്ട് അറിയുള്ളൂ. ഭഗവാന്റെ സൗന്ദര്യം അതിനൊക്കെ അപ്പുറമാണ്. ഇപ്പൊ തസ്യ അരവിന്ദ നയനസ്യ പദാരവിന്ദ, ആ താമരക്കണ്ണനായിട്ടുള്ള ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ, ആ പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ച കിഞ്ചൽക്ക മിശ്ര തുളസി മകരന്ദവായു, ആ തൃപാദങ്ങളിൽ അർപ്പിച്ച തുളസിയുടെയും ഭഗവാന്റെ തൃപാദങ്ങളുടെയും കൂടി ഒരുമിച്ചുള്ള ആ മിശ്ര സുഗന്ധം, ആ മകരന്ദവായു, അത് വഹിച്ചുകൊണ്ട് വരുന്ന ആ കാറ്റ് അന്തർഗത സ്വവിവരേണ ചകാര തേഷാം, അത് അവരുടെ ആ കുമാരന്മാരുടെ നാസാരന്ധ്രങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും സംക്ഷോഭം അക്ഷരജുഷാം അഭി ചിത്തതന്നോ, അവർ അക്ഷരജുഷാം, അവര് ഭഗവാൻ രൂപമില്ല എന്ന് വിശ്വസിക്കുന്ന ബ്രഹ്മവാദികളായിരുന്നെങ്കിലും അതകത്ത് പ്രവേശിച്ചപ്പോഴേക്കും സംക്ഷോഭം ആൻഡ് അജിറ്റേഷൻ ഫോർ ചേഞ്ച് എന്ന് പറയുന്നത് ഭാഗവത്തിൽ. അതായത് ഒരു വിപ്ലവം തന്നെ ഉണ്ടായി. അവർ ആ നിമിഷം ഭക്തന്മാരായി മാറി എന്ന് പറഞ്ഞത്. ഭഗവാന്റെ ദർശനം പോലും കിട്ടിയിട്ടില്ല അതിന് മുമ്പേ തന്നെ. അപ്പോ അവരങ്ങനെ വൈകുണ്ഠത്തിൽ വന്നു. ഉടനെ തന്നെ ഭഗവാനെ കാണണം തോന്നി. അപ്പോ ഭഗവാന്റെ വൈകുണ്ഠത്തിൽ നിരവധി ദ്വാരങ്ങളുണ്ട്. അതെല്ലാം ഭഗവാന്റെ ശക്തരായിട്ടുള്ള ദ്വാരപാലകരാണ്. നന്ദൻ, സുനന്ദൻ, ജയൻ, വിജയൻ, അങ്ങനെ. അപ്പോൾ അവരെല്ലാ ദ്വാരങ്ങളും കടന്നു അവസാനം ജയവിജയന്മാരെടുത്തെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ അനുവാദമില്ലാതെ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി അവർക്ക് കോപമായി. അവർ പറഞ്ഞു, അതായത് ഭഗവാന്റെ ദർശനം മുടക്കുന്നവര് ഡെമോണിയാക് മെന്റാലിറ്റി, ആസുര മനസ്ഥിതി ഉള്ളവരാണ്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് വൈകുണ്ഠത്തിന് യോഗ്യരല്ല, നിങ്ങൾ നേരെ താഴേക്ക് പോയിക്കോളൂ, അസുരജന്മം എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഭഗവാൻ അവിടേക്ക് വന്നു. ആക്ച്വലി ഇതെല്ലാം ഭഗവാന്റെ ലീലകൾ തന്നെയാണ്. ഭഗവാൻ അറിയേണ്ട എന്തെങ്കിലും നടക്കും. കാരണം നമ്മൾക്ക് ഓരോരുത്തർക്കും ഭഗവാനുമായിട്ടൊരു യുണീക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു ശാശ്വതമായിട്ടൊരു ബന്ധമുണ്ട്. ഇപ്പൊ എനിക്കുള്ള ബന്ധമായിരിക്കില്ല ലക്ഷ്മിക്ക്, അതായിരിക്കില്ല അച്ഛന് വേറെ ആയിരിക്കും, അമ്മയ്ക്ക് വേറെ ആയിരിക്കും. ഓരോ തരത്തിലുള്ള ബന്ധമാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്ത് 3 പ്രൈമറി കളേഴ്സ് ഉണ്ട്, RYB, റെഡ്, യെല്ലോ, ബ്ലൂ. അപ്പൊ അതിൽ നിന്ന് പല നിറങ്ങൾ ഉണ്ടാവില്ലേ? അതേപോലെ ശാന്തം, ദാസ്യം, സാഖ്യം, വാത്സല്യം, മാധുര്യം, ഈ 5 പ്രൈമറി മെല്ലോസ്, 5 രസങ്ങളിൽ അതിൽ പല ഉപരസങ്ങളും ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു ബന്ധമായിരിക്കും നമ്മൾക്ക് ഭഗവാനായിട്ടുള്ളത്. ശാന്തം, അത് യോഗികൾക്ക് ഭഗവാനുമായിട്ടുള്ളതാണ്. അത് യാതൊരു എന്താണ് പറയുക രസവിനിമയം ഇല്ല, ഭഗവാൻ സേവനമൊന്നുമില്ല. അതുകൊണ്ട് ഭക്തന്മാർക്ക് അത് ഇഷ്ടമല്ല. ഇപ്പൊ സായുജ്യമുക്തി ഭക്തന്മാർക്ക് ഇഷ്ടമല്ല. ദാസ്യത്തിന് ആരാ ഉദാഹരണം? ഹനുമാൻ. സാഖ്യത്തിന് അർജുനൻ ഭഗവാന്റെ ബാല്യകാല സുഹൃത്തുക്കൾ, നമ്മുടെ സുധാമ, ശ്രീധാമ, മധുമംഗള. അതുപോലെ വാത്സല്യത്തിന് അശ്വതമയ്യ, നന്ദഗോപുര്, ബലരാമസ്വാമി. മാധുര്യത്തിന് ഭഗവാന്റെ 16,108 രാജ്ഞിമാരും അതേപോലെ തന്നെ ഗോപികമാര്, രാധാറാണി, എല്ലാവരും. അപ്പോ നമ്മുടെ സനാതന ധർമ്മത്തിനെ പറ്റി എല്ലാവരും പറയാറുണ്ട്, നിങ്ങളുടെ ഭഗവാൻ മാത്രമല്ല 16,100 ഭാര്യമാരൊക്കെയെന്ന് പറയാറുണ്ട്. പക്ഷെ ആക്ച്വലി ഭഗവാന് പട്ടമഹിഷിമാരും മഹാറാണിമാർ 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ. രുക്മിണി, സത്യഭാമ, നമുക്ക് പേരറിയാം. അപ്പോ നരകാസുരൻ ഈ 16,100 രാജകുമാരിമാരെയും പല കൊട്ടാരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് അടുത്തേക്ക് പോകാൻ സാധിക്കില്ല, കാരണം ശാപമുണ്ട്. അനുവാദമില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ അവര് മരിച്ചു പോകുന്നു അദ്ദേഹം. അപ്പൊ അങ്ങനെ ഭഗവാൻ ഇതറിഞ്ഞ് അവരുടെ പ്രാർത്ഥനയെല്ലാം കേട്ടിട്ട് ഭഗവാൻ വന്നു. എന്നിട്ട് നരകാസുരന്റെ സേനാധിപനായിട്ടുള്ള മുരൻ എന്ന് പറഞ്ഞ ശക്തനായിട്ട് അസുരനെ വധിച്ചു. അങ്ങനെയാണ് ഭഗവാൻ എന്ത് പേര് വന്നത്? മുരാരി എന്നുള്ള പേര് വന്നത്. അങ്ങനെ ഭഗവാൻ നരകാസുരനെ വധിച്ചു. പിന്നെ ഇവരെല്ലാം മോചിപ്പിച്ചു. അവരെല്ലാവരും ഭഗവാന്റെ മുന്നിൽ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൊട്ടാരങ്ങളിൽ പോലും ഞങ്ങളെ തിരിച്ചെടുക്കില്ല. ഈ നരകാസുരന്റെ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരൊറ്റ ആശ്രയമുള്ളൂ, അവിടുന്ന് മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ എന്ന് പറയും. അപ്പൊ അങ്ങ് ഞങ്ങളെ പാണിഗ്രഹണം ചെയ്യുമെന്ന് പറയും. അങ്ങനെ അവരുടെ ആ ആഗ്രഹപ്രകാരം ആണ് ഭഗവാൻ അവരെ കല്യാണം കഴിച്ചത്. എന്താണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്? യേ യഥാമാം പ്രപദ്യന്തേ താം തദൈവ ഭജാമ്യഹം. ആര് എന്നെ എപ്രകാരമാണ് ഭജിക്കുന്നത്, ഐ റിവാർഡ് അക്കോർഡിംഗ്ലി. എന്താ ആഗ്രഹം അത് തന്നെ. നമുക്ക് ദാസനാവണോ, സുഹൃത്താവണോ, ഇനി വാത്സല്യമോ, മാധുര്യം, എന്താ വെച്ചാൽ. ഇനി അതെല്ലാം നിരീശ്വരവാദി ആണെങ്കിലും ഭഗവാൻ തഥാസ്തു എന്ന് പറയാം. അതിനുള്ള ബുദ്ധി, അത് സമർത്ഥിക്കാനുള്ള ബുദ്ധി ഈ എത്തീസിന് കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ നാരദ മഹർഷി പറയുന്നത്, അദ്ദേഹം ഈ ദ്വാരകയിൽ പോയ സമയത്ത് കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു എന്നാണ്. കാരണം ഈ 16,108 രാജ്ഞിമാർക്കും അത്രയും തന്നെ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ എല്ലായിടത്തും ഭഗവാൻ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് തന്നെ ഭഗവാൻ എല്ലാ കൊട്ടാരങ്ങളിലും ഉണ്ടായിരുന്നു.
ശരിക്കും ഏറ്റവും വലിയ യോഗികൾക്ക് പോലും 9 വിസ്തരിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഭാഗവതത്തിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ കർദമ പ്രജാപതി മനുവിന്റെ പുത്രിയായിട്ട് ദേവഹൂതിയെ കല്യാണം കഴിച്ചു. അങ്ങനെ അദ്ദേഹം 9 വിസ്തരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആർക്കും സാധിക്കില്ല. പക്ഷെ ഭഗവാൻ 16,108 എല്ലാ കൊട്ടാരങ്ങളിലും ഒരേ സമയത്ത് ഉണ്ടായിരുന്നത് മാത്രമല്ല, നമുക്കറിയാം രാസലീല സമയത്ത് ലക്ഷോപലക്ഷം ഗോപിമാരുടെ ഒപ്പം വെവ്വേറെ കൃഷ്ണന്മാരായിരുന്നു. അങ്ങനെ നാരദ മഹർഷി പറഞ്ഞത് ഓരോ കൊട്ടാരങ്ങളിലും ഒരേ സമയത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലീലകളായിരുന്നു. രുക്മിണിയുടെ കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ രുക്മിണി ദേവി എപ്പോഴും ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കും. സത്യഭാമയുടെ കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സത്യഭാമ എന്താ ചെയ്യുക? എപ്പോഴും ഭഗവാനായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. തർക്കശാസ്ത്രത്തിൽ നിപുണയാണ്. അതുപോലെ ജാമ്പവതി, അറിയാം, ജാമ്പവാന്റെ പുത്രിയാണ്, അതിശക്തയാണ്. ഭഗവാൻ എണീക്കുന്നത് നോക്കിയിരിക്കും. എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങനെ ഓരി എടുത്തിട്ട് ജനലിൽ കൂടെ നേരെ പുറത്തേക്ക് ഏറി കൊടുക്കും. എന്നിട്ടൊരു വാളെടുത്തിട്ട് കൊടുക്കും. ഇവരൊരു വാളെടുക്കും. പിന്നെ യുദ്ധമാണ് ക്ഷീണിക്കുന്നവരേക്കും. അതുപോലെ മിത്രവിന്ദ എന്ന് പറയുന്ന രാജ്ഞി, അവര് ഭയങ്കര പാചക നിപുണയാണ്. ഒരു പ്രാവശ്യം ഭഗവാന് വേണ്ടി തയ്യാറാക്കുന്ന നൈവേദ്യം വീണ്ടും ഒരിക്കലും അവർ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പം അങ്ങനെ ഭഗവാന് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിവേദ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ലീലകളാണ്. അത് മാത്രമല്ല, ഭഗവാൻ ഈ ഓരോ രാജ്ഞിമാരിലും 10 വീതം സന്താനങ്ങളുണ്ടായിരുന്നു. ഭഗവാന്റെ മക്കൾക്ക് വേണ്ടി തന്നെ ഒരു പ്രത്യേക ഗുരുകുലം ഉണ്ടായിരുന്നു. വലിയ കുടുംബമാണ്. അപ്പോൾ ഭഗവാന് ഈ നമ്മൾ പറഞ്ഞു വന്നത് ഈ 5 പ്രാഥമിക രസങ്ങൾ, 5 പ്രൈമറി മെല്ലോ, ശാന്തം, ദാസ്യം, സാഖ്യം, വാത്സല്യം, മാധുര്യം. ഇതൊരു ഉപരസമാണ് ഷൈവൽറി അഥവാ വീര്യരസം എന്ന് പറയുന്നത്. വീര്യരസത്തിന് ആരോ ഉദാഹരണം? ഭീഷ്മദേവൻ ഭഗവാനുമായിട്ട് വീര്യരസത്തിൽ ഇടപെട്ടിരുന്ന ആളാണ്. അപ്പോ നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മദേവന്റെ അവസാന ദിവസ യുദ്ധത്തിൽ ദുര്യോധനൻ പറഞ്ഞിരുന്നു, മുത്തച്ഛ എന്താണ് അങ്ങേക്ക് പാണ്ഡവന്മാരുടെ ഇഷ്ടം കൂടുതലുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി, നാളത്തെ യുദ്ധത്തിൽ ഒന്നുകിൽ അർജുനൻ അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു. അന്നത്തെ യുദ്ധത്തിൽ ഭഗവാന് മനസ്സിലായി അർജുനൻ നിഷ്പ്രഭനായി, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ അസ്ത്രങ്ങൾ വന്നിട്ട് ഭഗവാന്റെ മേത്ത് പോലും, അർജുനന്റെ മേത്തും കുതിരകളുടെ മേലും ഭഗവാന്റെ ശരീരത്തിൽ പോലും വന്നു തുടങ്ങി. പക്ഷെ ഭഗവാനും ഭീഷ്മദേവനും ആ വീര്യരസം പൂർണ്ണമായിട്ട് അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു. അപ്പോ ആ അസ്ത്രങ്ങളെ ഭഗവാൻ കണ്ടിരുന്നത്, ഭീഷ്മദേവന്റെ ഓരോ അസ്ത്രങ്ങളെയും ഭഗവാൻ കണ്ടിരുന്നത് പുഷ്പമാല്യങ്ങൾ പോലെയാണെന്നാണ് ഭാഗവതം പറയുന്നത്. അത്രയും എൻജോയ് ചെയ്യായിരുന്നു. മാത്രമല്ല അവസാനം എന്താണ്, ഇനി അർജുനൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഭഗവാൻ തന്റെ ശപഥം തന്നെ വിട്ടുകൊണ്ട് എന്താണ്, രഥചക്രം എടുത്തു. ആയുധമാണെന്ന് ചോദിച്ചാൽ ആണ്, അല്ലെന്ന് ചോദിച്ചാൽ അല്ല, അല്ലെ? രഥചക്രം എടുത്തു നേരെ ഭീഷ്മരുടെ നേരെ ഓടി വന്നു. അതായത് പറയുന്നത് ആനയെ വധിക്കാനായിട്ട് സിംഹം ഓടി വരുന്നത് പോലെ എന്താണ് ഓടി വന്നു ഭഗവാൻ. അല്ലറിക്കൊണ്ട് ഓടി വന്ന് ഉത്തരിയൊക്കെ പറന്നുപോയി. അങ്ങനെ ആ വരുന്ന ഭഗവാന്റെ രൂപം കണ്ടപ്പോഴേക്കും എന്താണ് ഭീഷ്മദേവൻ സന്തോഷമായി. അദ്ദേഹം അസ്ത്രങ്ങളെല്ലാം താഴെ ഹേ കേശവ മാധവ, എൻ്റെ ജീവിതം ധന്യമായി. എനിക്ക് ഈ ഭീഷ്മദേവന് ഈ രൂപമാണ് ഇഷ്ടം. ഏത് രൂപം? ഇവിടുത്തെ ഗൃഹനാഥന്റെ പേര് പാർത്ഥസാരഥി രൂപം. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാന്റെ പാർത്ഥസാരഥി രൂപമാണ് ഭീഷ്മദേവന് ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെയല്ല, പലർക്കും ഉണ്ണിക്കണ്ണന്റെ രൂപം പല രൂപങ്ങളും ആയിരിക്കും അല്ലെങ്കിൽ. പക്ഷെ ഇദ്ദേഹത്തിന് ആ രൂപമായിരുന്നു ഇഷ്ടം. ഇനി എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ ചെന്നിങ്ങനെ ഭഗവാന്റെ കാൽക്കൽ പിടിക്കുന്ന, ഹരിതയെന്ന് പറഞ്ഞ് പിടിക്കുന്ന ആ ചിത്രം നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ആ വീര്യരസം, ഷൈവൽറി, ഈ മഹാഭാരത യുദ്ധത്തിൽ ഈ രംഗം എത്ര വർഷം മുമ്പാണ് നടന്നത്? ഏകദേശം 5000 വർഷം മുമ്പ് അല്ലേ? കാരണം ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം തുടങ്ങിയിട്ട് ഏകദേശം 5000 വർഷങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ പറയുന്ന കഥ അല്ലെങ്കിൽ അവതാരം എപ്പോഴാണ് നടന്നത്? ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. കാരണം നരസിംഹാവതാരം സത്യയുഗത്തിലാണ്. അപ്പോൾ കലിയുഗത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 4,32,000 വർഷം. 5000 വർഷമേ ആയിട്ടുള്ളൂ. ഇനി കുറെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ അല്ലേ? ഇതിന് അധികം കാണാതിരിക്കുന്നത് നല്ലത്. ഈ ജന്മം തന്നെ രക്ഷപ്പെട്ടു പോവാണ് നല്ലത്. ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, പല കാര്യങ്ങളും കണ്ണടക്കേണ്ടി വരും. ഇപ്പൊ ഈ കലിയുഗത്തിന്റെ 2 ഇരട്ടിയാണ് ഏത് യുഗം? ദ്വാപരയുഗം. ഇതിന് 3 ഇരട്ടിയാണ് ത്രേതായുഗം, 4 ഇരട്ടിയാണ് സത്യയുഗം. ഇത്രയും വർഷങ്ങൾ, എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അപ്പൊ ഭഗവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ശൈവൽറി, വീര്യരസം ഇവിടെ വന്ന് ആസ്വദിക്കണം, ഇവിടെ അവതാരം എടുക്കാൻ നേരത്ത്. അപ്പോ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, സാധാരണ ജീവാത്മാക്കൾക്ക് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അതിന് യോഗ്യരായിട്ടുള്ള ആൾക്കാർ വേണം. ഭഗവാൻ അതിനു വേണ്ടി കണ്ടുവച്ച ആൾക്കാരായിരുന്നു ജയവിജയന്മാർ. അതുകൊണ്ടാണ് ഈ ശാപം അവർക്ക് വന്നത്. ഭഗവാൻ ഉടനെ തന്നെ പുറത്തു വന്നൊന്നും അറിയാത്ത പോലെ എന്നിട്ട് പറഞ്ഞു, മഹർഷിമാരെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സേവകരുടെ തെറ്റ് എൻ്റെ തെറ്റ് തന്നെയാണ്.
എന്നാൽ ഇവരോട് പറഞ്ഞു, ജയവിജയന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങൾ തിരിച്ച് ഈ വൈകുണ്ഠത്തിലേക്ക് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 2 മാർഗങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കുറച്ചധികം ജന്മങ്ങളെടുത്ത് എൻ്റെ ഭക്തന്മാരാവുക, ശുദ്ധഭക്തി ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചിങ് വരാം. അല്ലെങ്കിൽ എളുപ്പമാർഗമാണ് 3 ജന്മങ്ങൾ എടുത്താൽ മതി, പക്ഷേ എൻ്റെ ശത്രുക്കളായിട്ട് വിപരീത ഭക്തി ചെയ്ത് തിരിച്ചു വരേണ്ടി വരുന്നു. അപ്പോൾ ജയവിജയന്മാർ പറഞ്ഞു, സ്വാമി, ജന്മങ്ങൾ പോയിട്ട് ഒരു ക്ഷണം പോലും അങ്ങേ പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ 2ാമത് തന്നെ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. എന്താണ്? 3 ജന്മങ്ങൾ വിപരീത ഭക്തി ശത്രുക്കളായിട്ട് ജനിച്ച് ഞങ്ങൾ തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് ആ 3 ജന്മങ്ങൾ? എല്ലാവർക്കും ആദ്യത്തെ ആരൊക്കെ? ജയവിജയന്മാര് എടുത്ത 3 അവതാരങ്ങൾ, 3 ജന്മങ്ങൾ ഏതൊക്കെ? വെരി ഗുഡ്. ഹിരണ്യകശിപും ഹിരണ്യാക്ഷൻ. രണ്ടാമത്തെ വളരെ എളുപ്പം, എല്ലാവർക്കും അറിയുക, രാവണന്റെ കുംഭകർണൻ. രാവണന്റെ. മൂന്നാമത്തത് പെർഫെക്റ്റ്, ശിശുപാലനും ദന്തഭക്തരും. ഹരേ കൃഷ്ണ. ഇങ്ങനെ 3 ജന്മങ്ങൾ ഭാഗവതത്തിൽ പറയുന്നത്. നമ്മളെ പോലെ ഒന്നല്ല, ഭഗവാൻ അറിയാം യോഗമായ, അങ്ങനെയാണ് ഭഗവാൻ അവതരിക്കുന്നത് അല്ലെ, മഹാമായയുടെ ഡയറക്ഷനിലല്ല. അതേപോലെ തന്നെയാണ് ഈ ഭഗവാന്റെ സേവകർ താഴേക്ക് വരാൻ നേരം. അത് മഹാമായയുടെ അധീനത്തിലല്ല, യോഗമായാണ് അവരെ താഴേക്ക് കൊണ്ടുവരുന്നത്. എല്ലാ കാര്യങ്ങളും യോഗമായാണ് നോക്കുന്നത്. ഹരേ കൃഷ്ണ. ഒരു മുന്നോട്ടിരിക്കാൻ ഇവിടെ ഇരിക്കാം. അങ്ങനെ ഈ സമയത്താണ് കശ്യപ പ്രജാപതിയുടെ പ്രധാന 2 പത്നിമാരാണ് ദിതിയും അതിഥിയും. അതിഥിയുടെ പുത്രന്മാരാരാണ്? ദേവന്മാർ. ദിതി ദേവിയുടെ പുത്രന്മാര് അസുരന്മാർ, ദൈത്യന്മാർ. ഇപ്പൊ ത്രിസന്ധ്യ നേരത്ത് ദിതി ദേവി കശ്യപ മഹർഷിയോട് പറയും, എനിക്ക് സന്താനവൃത്തി വേണമെന്ന് പറയും. അപ്പോൾ കശ്യപ പ്രജാപതി പറയും, ത്രിസന്ധ്യാ നേരം ഇതിന് ഉചിതമല്ല, ത്രിസന്ധ്യാ നേരത്ത് ഉണ്ടാവുന്ന കുട്ടികൾ പൈശാചിക സ്വഭാവമുള്ളവരായിരിക്കും. അങ്ങനെ അവരത് കേൾക്കാത്തത് കൊണ്ട് ഈ ജയവിജയന്മാർ താഴേക്ക് പതിക്കുന്നത്, അവർ നേരെ ദിതിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ അങ്ങനെ ആ സമയത്ത് തന്നെ ദിതി ദേവിക്ക് മനസ്സിലാവും താൻ ചെയ്തത് തെറ്റായി പോയി, ഭർത്താവ് പറഞ്ഞത് ശരിയായിരുന്നു. കാരണം ആ പ്രപഞ്ചം മുഴുവൻ എന്താണ്, ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. കൊടുങ്കാറ്റടിച്ചു, അതുപോലെ പേമാരി, കാലൻ കോഴി കൂവുന്നു, കുറുനരികൾ ഊരിവിടുന്നു, സമുദ്രങ്ങൾ അലയടിച്ചു വരുന്നു. അത് മനസ്സിലായി തെറ്റാണ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ വല്ലാതെ ഭയന്ന ദിതി ദേവി ആ കുട്ടികളെ പുറത്തേക്ക് വിട്ടേയില്ല. 100 വർഷത്തോളം തന്റെ ഗർഭത്തിൽ തന്നെ വെച്ചു. അങ്ങനെ അവസാനം ആ ഗർഭത്തിന്റെ താപം സഹിക്കാൻ വയ്യാതെ ആയപ്പോഴത്തേക്കും എല്ലാവരുടെ അഭ്യർത്ഥന പ്രകാരം അവർ പുറത്തേക്ക് വിട്ടു. ആ 2 അസുരന്മാരാണ് ആര് പറഞ്ഞത്? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. ത്രൈലോക്യ കണ്ടകന്മാരായിട്ടുള്ള അസുരന്മാരായിരുന്നു. അതായത് ആകാശം മുട്ട ഉയരം, ആർക്കും കീഴടക്കാൻ സാധിക്കില്ല, അത്രയും ശക്തി. ഹിരണ്യാക്ഷനാണെങ്കിൽ 14 ലോകങ്ങൾ സഞ്ചരിച്ച് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ദ്രനെയും ചന്ദ്രനെയും എല്ലാവരെയും, വാ യുദ്ധം ചെയ്യാൻ വാ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആരും അടുത്തേക്ക് പോലും ചെന്നില്ല, ഭയന്നിട്ട്. അവസാനം അദ്ദേഹം ദേഷ്യം വന്നിട്ട് നേരെ സമുദ്രത്തിനടിയിലേക്ക് ഓടിയിട്ട് പോയി അവിടെ വരുണദേവന്റെ രാജധാനിയായിട്ടുള്ള വിഭാവലിയിൽ ചെന്നിട്ട്, വരുണ യുദ്ധത്തിന് വരാൻ പറഞ്ഞു. അപ്പൊ വരുണദേവൻ വന്ന് പറഞ്ഞു, ഹിരണ്യാക്ഷ, ഞാൻ തുറന്നു പറയാം, നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്കെന്നല്ല ആർക്കും സാധിക്കില്ല, ഇന്ദ്രന് പോലും സാധിക്കില്ല. നിനക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ആരാണ്? സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. അതുകൊണ്ട് നീ അദ്ദേഹത്തിനെ പോയി വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുറെ വിളിച്ചു, വിഷ്ണു വിഷ്ണു, പക്ഷെ കണ്ടില്ല. അപ്പൊ ആൾക്ക് മനസ്സിലായി, കാരണം വിഷ്ണു ഭഗവാനെ കാണണമെങ്കിൽ 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്യുവർ ഡിവോട്ടി, ഒരു ശുദ്ധ ഭക്തനെ പോയി ഒന്ന് പീഡിപ്പിക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ യൂണിവേഴ്സൽ അഫയേഴ്സ്, ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുത്തണം. കാരണം ഭഗവാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുള്ളത്, സൂര്യൻ വെളിച്ചത്തിനായിട്ട്, ഇന്ദ്രൻ മഴയ്ക്കായിട്ട്, അഗ്നിദേവൻ വായുദേവൻ. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ആക്ഷൻസ് കാരണം നമ്മൾ 14 ലോകങ്ങൾ എന്ന് പറയില്ലേ, അതാണ് ഗായത്രി മന്ത്രത്തിൽ ഭൂർഭോസ്വഹ, ഭൂലോകം, ഭൂർലോകം, സ്വർഗലോകം, ജനലോകം, തപോലോകം, മഹർലോകം, ഏറ്റവും മുകളിൽ സത്യലോകം, ബ്രഹ്മാവിന്റെ ലോകം. അതുപോലെ കീഴോട്ടുമുണ്ട് 7 ലോകങ്ങൾ, അതലം, വിതലം, സുതലം, രസാതലം, മഹാതലം, പാതാളം. അപ്പൊ അങ്ങനെ ഇദ്ദേഹം ആ ഭൂലോകം, എർത്ത് ആൻഡ് പ്ലാനറ്ററി സിസ്റ്റത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഭൂഗോളം. ആ ഭൂഗോളത്തിന് അദ്ദേഹത്തിന്റെ എന്താണ്, ഈ രസാതലത്തിന്റെ താഴെ ഗർഭോദകത്തിലേക്ക് പോയി വീണു. അപ്പോ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭഗവാനെ. അപ്പൊ അങ്ങനെ ബ്രഹ്മദേവൻ കണ്ണടച്ചിരുന്ന് ഭഗവാനെ ധ്യാനിക്കും. അപ്പൊ ആ ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്ന്
ഒരു കറുത്ത രൂപം പുറത്തേക്ക് വന്ന് പെട്ടെന്ന് വലുതായി അതിസുന്ദരനായിട്ടുള്ള വരാഹദേവനായിട്ട് മാറി. ആ വരാഹദേവൻ നേരെ എന്ത് ചെയ്തു? ഈ ഗർഭോദകത്തിലേക്ക്, ഗർഭസാഗരത്തിലേക്ക് അങ്ങ് ഓടിയിട്ട് ചെന്നു. അപ്പോഴേക്കും പിന്നാലെ പോകുന്നുണ്ട് ആരാ? ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ പറയാം, വിഷ്ണു, നീ ഏത് മായാരൂപം സ്വീകരിച്ചാലും നിന്നെ എനിക്കറിയാം, നിന്നെ ഞാൻ വധിക്കുന്നു പറഞ്ഞു. യുദ്ധം ചെയ്യാൻ പാടാ ഭീരു എന്ന് പറഞ്ഞ് വിളിച്ചു. ഭഗവാൻ ശ്രദ്ധിച്ചേയില്ല. ഭഗവാൻ നേരെ താഴെ പോയി തന്റെ പ്രൈമറി ഡ്യൂട്ടി, ആ പ്രാഥമിക കർത്തവ്യം എന്താണ്, ഭൂമിദേവിയെ നേരെ എടുത്ത് തിരിച്ച ഓർബിറ്റിൽ ഭ്രമണപഥത്തിൽ വെച്ചു. എന്നിട്ട് ഹിരണ്യാക്ഷൻ നേരെ തിരിച്ചു വന്നു. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചു. പറഞ്ഞു യുദ്ധം ചെയ്യാൻ പാടെന്ന് പറഞ്ഞു. അങ്ങനെ ഗതയും എടുത്ത് ചാടിയപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു? ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. അപ്പൊ തന്നെ അദ്ദേഹം ചോരയെ ഛർദ്ദിച്ച് വീണ് മരിച്ചുപോയി. ഇത് കേട്ട പാടെ ഒരാൾക്ക് ഭയങ്കര കോപമായി. ആർക്കാണ്? ഹിരണ്യകശിപു. ഹിരണ്യകശിപു പറയാൻ തുടങ്ങി, വിഷ്ണു, ഞാൻ കേട്ടിരുന്നത് നീ പരമദിവ്യോത്തമ പുരുഷനാണ്, പക്ഷപാതമില്ലാത്തവനാണെന്നാണ്. ദേവന്മാരാവട്ടെ, മനുഷ്യന്മാരാവട്ടെ, അസുരന്മാരാവട്ടെ, മൃഗങ്ങളാവട്ടെ, ആർക്കായിരുന്നാലും നീ അവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള ഫലമേ കൊടുക്കാറുള്ളൂ. പക്ഷേ ഇത് നീ ചെയ്തത് പക്ഷപാതപരമാണ്. ദേവമാതാവായിട്ടുള്ള അതിഥി പല വ്രതങ്ങളും ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ എന്തായിരുന്നാലും നീ ഇപ്പൊ ചെയ്തത് ബാലചാപല്യമാണ്. എന്താണ്? ബാലന്മാര് നീതിന്യായം നോക്കാതെ ഏതെങ്കിലും പക്ഷത്തിലേക്ക് പോകും. അതുപോലെയാണ് നീ ചെയ്തത്. അതുകൊണ്ട് നിന്നെ ഞാൻ വധിക്കാൻ പോവാണെന്ന് പറഞ്ഞ് നേരെ അസുരന്മാരെ എല്ലാവരും വിളിക്കും. ഓരോ അസുര നേതാക്കന്മാരുടെയും പേരുകൾ ഭാഗത്തിൽ പറയുന്നുണ്ട്. പേര് പറഞ്ഞ് വിളിക്കും. എന്നിട്ട് പറയും, നിങ്ങളെല്ലാവരും ഉടനെ തന്നെ ഭൂമിയിലേക്ക് ചെല്ലുക. ആരൊക്കെ അവിടെ വിഷ്ണു ഭഗവാന്റെ പൂജകൾ ചെയ്യുന്നുണ്ടോ അവരെല്ലാം വധിക്കുക, എല്ലാം താറുമാറാക്കുക. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അവർക്ക്. അങ്ങനെ അവരെല്ലാവരും പോയി. എന്നിട്ട് അവരോട് പറഞ്ഞിട്ടാണ് പോകുന്നത്, ഞാൻ ഒറ്റയ്ക്ക് വിഷ്ണുവിന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോഴേക്കും അവിടെ കുറെ പേരിരുന്ന് കരയുന്നുണ്ടോ. ആരൊക്കെയാണ്? നമ്മുടെ ഋഷഭാനു, അതായത് ഹിരണ്യാക്ഷന്റെ ഭാര്യ, അതുപോലെ മക്കള്, പിന്നെ അമ്മ ദിതിദേവി, എല്ലാവരും വിലപിക്കുകയാണ്. കാരണം ഹിരണ്യാക്ഷൻ മരിച്ചുപോയല്ലോ. ഇവരുടെ അടുത്ത് ചെന്നിട്ട് ഹിരണ്യകശിപു പറയാണ്, നിങ്ങൾ എന്തിനാണ് വിലപിക്കുന്നത്? അവിടെ വലിയൊരു ഉപദേശം, അതായത് ഗീതോപദേശം പോലൊരു ഉപദേശം ഹിരണ്യകശിപു കൊടുക്കുകയാണ്. ഭാഗവതം പറയുന്നത് ശ്രീ ഹിരണ്യകശിപു രൂപാചാന, ശ്രീ ചേർത്ത പറയുന്നത്. കാരണം അദ്ദേഹം ഒറിജിനലി വൈകുണ്ഠത്തു നിന്നുള്ള ആളാണല്ലോ. അപ്പൊ അങ്ങനെ അദ്ദേഹം വലിയ ജ്ഞാനിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ മരിച്ചു കിടക്കുന്ന ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാല് ഈ കാണുന്ന ഈ ഗ്രോസ് ബോഡി, ഈ സ്ഥൂല ശരീരമല്ല. ഈ സ്ഥൂല ശരീരം എന്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്? പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്, അല്ലെ? അതായത് ആകാശം, അഗ്നി, ജലം, വായു, ഭൂമി. നമ്മുടെ ഈ മാംസവും അതുപോലെ അസ്ഥിയൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഭൂമിയുടെ ഭാഗമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ 70% ജലമാണെന്ന് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വയറ്റിൽ ജഠരാഗ്നി ഉണ്ട്, അല്ലെ? നമ്മൾ കഴിക്കുന്നതെല്ലാം ദഹിപ്പിക്കാനായിട്ട്. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പജാമന്യം ചതുർവിധം. അതായത് നമ്മൾ 4 നേരം കഴിക്കുന്ന ഭക്ഷണം സ്വയം ദഹിപ്പിക്കാനുള്ള, സ്വയം ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവുകൾ നമുക്കില്ല. അതിനും ഭഗവാന്റെ സഹായമാണ്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ പറയും, ഇതെല്ലാം ഈ 4 നേരം നിങ്ങൾ കഴിക്കുന്നതെല്ലാം അതാത് സമയത്ത് വൈശ്വാനരൻ എന്ന് പറയുന്ന ജഠരാഗ്നിയായിട്ട് ഉള്ളിലിരുന്ന് ദഹിപ്പിക്കുന്നത് ഞാനാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ അമ്പലത്തില് അന്നപ്രാശം കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ നേരം ഇത് പറഞ്ഞിട്ടാണ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചോറ് കൊടുക്കുന്നത്. ആ സിസ്റ്റം പ്രകാരമാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളില് അപ്പൊ നമ്മൾ ഭൂമി, ആകാശം, അതുപോലെ അഗ്നി, വായു, അതായത് നമ്മുടെ ഉള്ളിൽ പഞ്ചപ്രാണനുണ്ട്, അല്ലെ? വ്യാനൻ, ഉപാനൻ, സമാനൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 5 തരത്തിലുള്ള വായു പഞ്ചകമുണ്ട്. അതുപോലെ പുറത്തുള്ള പോലെ നമ്മുടെ ഉള്ളിലും ഉണ്ട് ഫ്രീ സ്പേസ്, ഈതർ, ആകാശം. ഹിരണ്യകശിപു പറയാണ്, ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചു ചേരും. ഭൂമിയുടെ ഭാഗം ഭൂമിയിലേക്ക്, ജലത്തിന്റെ ഭാഗം ജലത്തിലേക്ക്, അങ്ങനെ ലയിച്ചു ചേരും. പക്ഷെ നമ്മൾ ഈ മരിച്ച് മണ്ണടിഞ്ഞു പോകുന്ന ഈ സ്ഥൂല ശരീരം ഗ്രോസ് ബോഡി അല്ല. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. അതായത് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പാർട്സ് ആൻഡ് പാർസൽസ്, എൻ്റെ അംശങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ പറഞ്ഞു, വേറെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങളെല്ലാം എൻ്റെ അംശങ്ങളാണെന്ന്. ആരും ആയിക്കോട്ടെ, മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളോ ദേവന്മാരോ അസുരന്മാരോ ആരും ആയിക്കോട്ടെ, എല്ലാം എൻ്റെ അംശങ്ങളാണ്. അംശങ്ങൾ മാത്രമല്ല, സനാതന, എറ്റേണൽ, നിങ്ങളെല്ലാവരും ശാശ്വതരുമാണ്. അപ്പൊ അങ്ങനെ ഹിരണ്യകശിപു പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ശരീരങ്ങൾ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാശ്വതനായിട്ടുള്ള ആത്മാവാണ്. ആ ആത്മാവാണ് നമ്മൾക്ക് ഈ ചിരിക്കാനും ചിന്തിക്കാനും ഓടാനും ചാടാനും ഒക്കെയുള്ള ആ ബുദ്ധി തരുന്നത്. നമ്മുടെ ശ്രീല പ്രഭുപാദർ നമുക്കറിയാം, അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി
വെറും 45 രൂപ കയ്യിൽ വെച്ചിട്ടാണ് അമേരിക്കയിലേക്ക് പോയത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അല്ല പോകുന്നത്, ശ്രീമദ് ഭാഗവതം വലിയൊരു പെട്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹം 10 വർഷത്തോളം ഇരുന്ന് വൃന്ദാവനത്തിൽ രാധാ ദാമോദര ക്ഷേത്രത്തിൽ നിന്ന് എഴുതിയ ആ ട്രാൻസ്ലേഷൻ സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് അതുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഭാഗവതത്തിനെ അനുഗമിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പം അങ്ങനെ അവിടെ ചെന്ന് എന്താണ് ഭഗവാന്റെയും ഗുരുവിൻ്റെ സഹായം കൊണ്ട് 10 വർഷം കൊണ്ട് അദ്ദേഹം ലോകമെമ്പാടും 108 ക്ഷേത്രങ്ങൾ സ്ഥാപിക്കും. അദ്ദേഹം അങ്ങനെ വളരെ പ്രശസ്തനായി കഴിഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെ ആദരിക്കും, പല സ്ഥലത്തെല്ലാം വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ലോകപ്രശസ്തമായിട്ടുള്ള എഡ്യൂക്കേഷണൽ സ്ഥാപനം, അതായത് MIT, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അവർ പ്രഭാതരെ വിളിക്കും. എന്നിട്ട് പ്രഭാതർക്ക് അവിടുത്തെ ലാബോറട്ടറി എല്ലാം കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പ്രഭാതർ പറഞ്ഞു, വെരി നൈസ്, വെർ ഇസ് ദ ലാബോറട്ടറി ഫോർ ദ സോൾ, അതായത് ആത്മാവിനെ പറ്റി ഗവേഷണം ചെയ്യുന്ന ലാബ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അയ്യോ അങ്ങനെ ഒരു ലാബ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയാൻ പറയും. അതായത് എന്താണ് മരിച്ചു കിടക്കുന്ന ഒരാളും ജീവിച്ചിരിക്കുന്ന ഒരാളും, ഡെഡ് പേഴ്സൺ ലൈവ് പേഴ്സൺ, അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. അപ്പോൾ പ്രഭാതർ പറയും, കോൺഷ്യസ്നസ്, ചേതന, അതാണ് വ്യത്യാസം. ഈ ജീവിച്ചിരിക്കുന്ന ആളിലുള്ള എല്ലാ അവയവങ്ങളും, കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക് മാത്രമല്ല, ബ്രെയിൻ, തലച്ചോറടക്കം മരിച്ചു കിടക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം എണീക്കുകയും ഓടുകയും ചാടുകയും ചെയ്യുന്നില്ല? കോൺഷ്യസ്നസ്, ചേതനയില്ല. ആ ചേതന പകരുന്നത് എന്താണെന്നുള്ളത് നമ്മുടെ സനാതന ധർമ്മത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. എന്താണത്? ആത്മാവ്, സോൾ. ആ ആത്മാവാണ് ഈ എല്ലാ കഴിവുകളും നമുക്ക് തരുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകാൻ നേരത്ത് നമ്മൾ എന്താ പറയാ? ചത്തുപോയി എന്ന് പറയില്ലേ? സത്തുപോയി, ആത്മസത്ത ശരീരം വിട്ടു പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ആത്മാവാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മരിച്ച് മണ്ണടിച്ച് പോകുന്ന ഈ ശരീരമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആത്മാവിന്റെ സൈസിനെ പറ്റിയിട്ട് എല്ലാ ഉപനിഷത്തുകളും പറയുന്നുണ്ട്. ബാലാഗ്രേ ശതഭാഗസ്യ ശതത കൽപ്പിതസ്യ 1/10,000 ഓഫ് ദി ടിപ്പ് ഓഫ് ദ ഹെയർ, തലമുടി നാരയുടെ 10,000 അംശം. അപ്പൊ ആ ആത്മാവാണ് നമുക്ക് ഈ കഴിവുകളെല്ലാം തരുന്നത്. ഇപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ശരീരം കിട്ടുന്നത്. പ്രഭാതർ പറയുന്നുണ്ട്, ഇഫ് വി ലീവ് ലൈക്ക് ഡോഗ്സ് ആൻഡ് ഹോക്സ് വി വിൽ ഗെറ്റ് റെസ്പെക്റ്റീവ് ബോഡീസ് ഓൺലി. നമ്മുടെ കർമ്മങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. കാരണം ആഹാര നിദ്ര ഭയമൈഥുനഞ്ച സാമാന്യമേതത് പശുവിനരാണ ധർമ്മോപി തേഷാം അധിക വിശേഷം ധർമ്മേന ഹീന പശുവിൻ സമാനം. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഈറ്റിംഗ്, മേറ്റിംഗ്, സ്ലീപ്പിംഗ്, ഡിഫെൻഡിങ്, ഈ 4 കാര്യങ്ങളിൽ മൃഗങ്ങൾക്കും മനുഷ്യർക്കും യാതൊരു വ്യത്യാസമില്ല. പക്ഷെ ധർമ്മോപി തേഷാം അധിക വിശേഷം, ആ ധർമ്മബുദ്ധി മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ആ ധർമ്മബുദ്ധി നമ്മൾ എന്താണ് പ്രയോഗിക്കുന്നില്ലെങ്കിൽ ധർമ്മേന ഹീന പശുവിൻ സമാനം, അതായത് ആ മൃഗങ്ങളും ആ മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം, നമ്മുടെ സ്വധർമ്മം ചെയ്യണം, നമ്മുടെ എല്ലാ ഡ്യൂട്ടീസും ചെയ്യണം. പക്ഷെ ദിവസം ഒരു അല്പസമയമെങ്കിലും ഭഗവാന്റെ നാമജപത്തിനും ഭാഗവതം, ഭഗവത്ഗീത ഇത്യാദി 2 മിനിറ്റ് മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കുക. അതുപോലെ നമ്മൾ തൊടുപോലും പല ദിവസവും ചെയ്യാറില്ല. ജസ്റ്റ് 2 മിനിറ്റ് ആണെങ്കിലും ഭഗവാന്റെ നാമജപത്തിന് 7 മിനിറ്റ് ദിവസം നമ്മൾ മാറ്റി വെക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പൊ നമുക്ക് നമ്മുടെ ഭക്തി പൂർത്തിയാക്കിയാൽ നമുക്ക് കുണ്ഠങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ഭഗവാന്റെ ലോകം, വൈകുണ്ഠത്തിലേക്ക് പോകാൻ സാധിക്കും. നമ്മൾ അല്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്താൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് കിട്ടും. എന്താണത്? ഗീതയിൽ എന്താ പറയുന്നത്? ശുചിമതാം ശ്രീമതാം ഗേഹെ, അതായത് ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തരുടെ കുടുംബത്തിൽ നമുക്ക് ജനിക്കാം. അങ്ങനത്തെ സെക്കൻഡ് ചാൻസ്, വീണ്ടും ഒരു മനുഷ്യ ജന്മം നമുക്ക് കിട്ടും. ഇത് രണ്ടുമില്ലെങ്കിൽ, അല്പം പോലും നമ്മൾ ഇതിനു വേണ്ടി സമയം വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾക്ക് വീണ്ടും പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പീഷീസ്, മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ജന്മം എടുക്കേണ്ടി വരും. വീണ്ടും ഈ 86 ലക്ഷം ജന്മങ്ങൾ, 84 ലാക്ക് സ്പീഷീസ്, 84 ലക്ഷം ജന്മങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ആൾറെഡി നമ്മൾ അത് എടുത്തു കഴിഞ്ഞു അല്ലേ? നമ്മൾ ഈ ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയ ഓരോരുത്തരും 84 ലക്ഷം ജന്മങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു മലയാളി ഇത് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ആരാ അത്? എല്ലാവരും കേട്ടിട്ടുണ്ട്. ആരാ പറഞ്ഞത്? പൂന്താനം അല്ലേ? നമ്മളെപ്പോഴും പലർച്ചയെ കേൾക്കാം. നമ്മള് പീലിയില ഞാനപ്പാനെ പാടുന്ന നമ്മൾ പുതപ്പൊന്നും കൂടി മൂടിയിട്ട് കിടക്കില്ലേ? എത്ര ജന്മം മരത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതെന്നൊക്കെ ഇപ്പോഴൊന്നും അതും കേൾക്കാനില്ല തോന്നുന്നുണ്ടല്ലേ? പണ്ടൊക്കെ എല്ലായിടത്തും കേൾക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് അദ്ദേഹം വളരെ സരളമായിട്ട് പറഞ്ഞു തന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ദുർലഭമായിട്ടുള്ള മനുഷ്യനെ നമ്മൾ പാഴാക്കാൻ പാടില്ല. അപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞുകൊണ്ടിരുന്നു, അപ്പോൾ നിങ്ങൾ എന്തിനാ വിലപിക്കുന്നത്? ഈ ഹിരണ്യാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശരീരമല്ല, ആത്മാവാണ്. അദ്ദേഹത്തിന് വേറെ ശരീരം കിട്ടിയിരിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കുകയാണ്, ഇദ്ദേഹം എൻ്റെ ബന്ധുവല്ലേ, എൻ്റെ കുടുംബാംഗമല്ലേ? ഋഷഭാനു, നീ വിചാരിക്കുകയാണ് എൻ്റെ ഭർത്താവല്ലേ? മക്കളെ, നിങ്ങൾ വിചാരിക്കുകയാണ് എൻ്റെ അച്ഛനല്ലേ?
അതുപോലെ അമ്മേ നിങ്ങൾ കരുതാണ് എൻ്റെ മകനല്ലേ. പക്ഷേ ഈ കുടുംബ ബന്ധങ്ങളെല്ലാം എന്താണ്, ക്ഷണപ്രഭാചഞ്ചലം, വളരെ ടെമ്പററിയാണ്, ഒരു നിമിഷത്തേക്കേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മൾ എന്താണ് സ്കൂളിൽ, വന്യസന്തപ്ത ലോഹസ്താംബ ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഒരു ചുട്ടുപഴുത്ത ലോഹക്കഷ്ണത്തിൽ ഒരു തുള്ളി വെള്ളം വീണ എങ്ങനെയായിരിക്കും, അപ്പൊ തന്നെ ഇല്ലാതെ, അത്രയേ ഉള്ളൂ പറയുന്നുണ്ട്. ഇതിന് ഉപോത്ബലകമായിട്ട് രണ്ട് അനലോജീസ്, രണ്ട് ഉദാഹരണങ്ങൾ ഹിരണ്യകശിപു പറയുന്നുണ്ട്. അതായത് നദിയിൽ കൂടെ ഒഴുകി വരുന്ന വൈക്കോൽ തുരുമ്പുകൾ അത് ഒരു ചുഴിയിൽപ്പെട്ടിട്ട് ഒരുമിച്ച് ചേരുന്നു, അടുത്തൊരു ഓളം വരാൻ നേരത്തെ എല്ലാം വെവ്വേറെയായി പോകുന്നു. അതേപോലെ തന്നെ നമ്മുടെ പണ്ട് നമ്മൾ ഇതും കേട്ടിട്ടുണ്ട്, പാന്തർ പെരുവഴി അമ്പലം തന്നെ താന്തരായി കൂടി വിയോഗം വരും പോലെ. അതായത് പണ്ടെല്ലാം എല്ലാ ഗ്രാമങ്ങളിലും സത്രങ്ങൾ, വഴിയമ്പലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാവർക്കും വന്ന് ഭക്ഷണം കഴിക്കാം, രാത്രി റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോവാം ഫ്രീ ആയിട്ട്. അപ്പം അങ്ങനെ പലരും പല സ്ഥലത്തു നിന്ന് വരുന്നു, അവിടെ വെച്ച് പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു, ചിരിക്കുന്നു, പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അവിടെ കിടന്നുറങ്ങുന്നു. പക്ഷെ രാവിലെ എന്താണ്, റെസ്പെക്റ്റീവ് ഡെസ്റ്റിനേഷൻസ്, അതാത് വ്യത്യസ്ത ദിശകളിലേക്ക് അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എന്ന് വെച്ചാൽ അത്രമാത്രമേ ഉള്ളൂ ഹിരണ്യകശിപു പറയുന്നത്. അതായത് എന്താണ്, നമ്മുടെ കർമ്മബന്ധങ്ങൾക്കനുസരിച്ചാണ്, ഒന്നും യാദൃശ്ചികമല്ല. നമ്മൾ ആരുമായിട്ട് ഇടപെടുന്നത് പോലും നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങൾക്കനുസരിച്ചാണ്. അതനുസരിച്ച് നമ്മൾ ഒരുമിച്ച് ഇടപെടുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം വെവ്വേറെ ആയി പോകുന്നു അല്ലേ. നമുക്ക് പലർക്കും അറിയാം, നമ്മുടെ പലരുടെയും അച്ഛനമ്മമാരെയൊക്കെ നമ്മൾ ഇപ്പോൾ ഫിസിക്കലി ദൂരെയാണ് അല്ലേ, നാട്ടിലാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സത്യമാണ്, പെർമനന്റ്ലി തന്നെ പോകും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും, ആരും അലക്സാണ്ടർ ദി ഗ്രേറ്റിന് പോലും ഈ ശരീരം നിലനിർത്താൻ സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഹിരണ്യകശിപു പറയാണ്, നിങ്ങൾ ഒരിക്കലും വിലപിക്കാൻ പാടില്ല. ഗീതയിൽ ഭഗവാൻ പറയുന്ന പോലെ നത്വം ശോചിതും അർഹസി, വിലപിക്കാനേ പാടില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഹിരണ്യകശിപുവിന് വേണ്ട ഉദകക്രിയകളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ കൊണ്ട് അതെല്ലാം ചെയ്തിട്ട് ഹിരണ്യകശിപു നേരെ പോയി എങ്ങോട്ടാണ്, മന്ധരാചലത്തിലേക്ക്. അവിടെ പോയി ഉഗ്ര തപസ് തുടങ്ങി. ആരെയാണ്? ബ്രഹ്മദേവനെ. അതായത് വിഷ്ണു ഭഗവാനെ എതിരിടാനായിട്ട്. ആ തപസ്സിന്റെ കാഠിന്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 100 സെലസ്റ്റിയൽ ഇയേഴ്സ്, അതായത് 100 ദേവവർഷങ്ങളാണ് തപസ് ചെയ്ത്. ആ ഉഗ്ര തപസ് കാരണം ഹിരണ്യകശിപുവിന്റെ ശരീരം മുഴുവൻ ചിതൽപുറ്റുകൾ കൊണ്ട് മൂടി, അതുപോലെ നിറയെ മുളകളും എല്ലാം വന്ന് ചുറ്റും വളർന്നു. ആ ശരീരം മുഴുവൻ എന്താണ്, ഉറുമ്പുകളും ചിതലും എല്ലാം കഴിച്ച് വെറും അസ്ഥികൂടം മാത്രമായി. അപ്പൊ അങ്ങനെ എന്നിട്ട് തപസ് വിട്ടില്ല. ഇത്തരത്തിലുള്ള ഈ സിവിയർ ഓസ്റ്ററിറ്റി ചെയ്യാൻ അസുരന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ, ഒരാൾക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെ നമ്മൾ രാവണൻ ശിവഭഗവാനെ പ്രാർത്ഥിച്ചൊക്കെ നമുക്കറിയാലോ, ശരീരം വെക്കാൻ ഇതായിക്കൊണ്ട്, ശരീരത്തിന് ഒരുപാട് കാഠിന്യം കൊടുത്തുകൊണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ തപസ്സിന്റെ ശക്തിയിൽ അദ്ദേഹത്തിന്റെ ശിരസിൽ നിന്ന് വലിയൊരു അഗ്നിജ്വാല വന്നു. അത് എല്ലാ ലോകങ്ങളെയും തപ്പിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ദേവീദേവന്മാർ എല്ലാവരും കൂടി, ഇന്ദ്രനും എല്ലാവരും ചെന്ന് ബ്രഹ്മദേവന്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് സ്വയംഭുവാണ്, അങ്ങേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ പറയാണ്, ഈ ഹിരണ്യകശിപുവിന്റെ തപസ് എല്ലാ ലോകങ്ങളെയും ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് തന്നെ ചെന്ന് വേണ്ടത് ചെയ്യണം. അങ്ങേക്ക് അറിയാം, എന്നാലും പറയാണ്, അത് അവന്റെ ഇന്റൻഷൻ, ഉദ്ദേശം ശരിയല്ല. കാരണം എന്താണ്, ഇമ്മോർട്ടാലിറ്റി, അമരത്വമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ സ്ഥാനം വരെയും പിടിച്ചെടുക്കാനുള്ള ഉദ്ദേശമുണ്ടെന്ന് പറയും. അങ്ങനെ ബ്രഹ്മദേവൻ ഉടനെ തന്നെ ഹംസവാഹനത്തിലേറി ദക്ഷ പ്രജാപതിയുടെയും ഭൃഗു ആദികളായിട്ടുള്ള ഋഷികളുടെയും ഒക്കെ നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്, ആളെ കാണാനില്ല. അപ്പം അങ്ങനെ ആ താപം കാരണം, ചൂട് കാരണം മനസ്സിലായി ഇവിടെയാണുള്ളതെന്ന്. അവിടെ ചെന്ന് നേരെ ആ തപസ് കണ്ടപ്പോഴേക്കും തന്നെ ബ്രഹ്മദേവന് സംതൃപ്തിയായി. കാരണം ഇത്രമാത്രം ഉഗ്ര തപസ് ആരും ബ്രഹ്മദേവന് ചെയ്തിട്ടില്ല. അങ്ങനെ അദ്ദേഹം ആ കമണ്ഡലൂരിൽ നിന്ന് തീർത്ഥജലം എടുത്ത് നേരെ ഹിരണ്യകശിപു നേരെ തളിച്ചപ്പോഴേക്കും ഹിരണ്യകശിപുവിന് എന്താണ്, പൂർവാധികം ശക്തിയും സൗന്ദര്യവും തേജസ്സുമുള്ള ഒരു ശരീരം കിട്ടി. ആ ഹിരണ്യകശിപു നേരെ ബ്രഹ്മദേവന്റെ കാൽക്കിലേക്ക് വീണു നമസ്കരിച്ചു. ഒരുപാട് സ്തുതിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ. വളരെ ഭാഗവതത്തിൽ ഒരു അധ്യായം തന്നെ അതാണ്. അപ്പൊ അങ്ങനെ ബ്രഹ്മദേവൻ പറഞ്ഞു, പുത്ര, എനിക്ക് നിന്റെ തപസ്സിൽ വളരെ സംതൃപ്തിയായി, നിനക്ക് എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചോളാൻ പറയും. ഒന്നൊഴിച്ച്, അതായത് അമരത്വം മാത്രം ചോദിക്കരുത്. കാരണം ഞാനേ അമരനല്ല. കാരണം എൻ്റെ ആയുസ് 100 ബ്രഹ്മവർഷങ്ങളാണ്. ഇപ്പോഴത്തെ ബ്രഹ്മാവിന്റെ ആയുസ് കഴിഞ്ഞാൽ ആരാ അടുത്ത ബ്രഹ്മാവാവുക? ഇപ്പോഴുള്ള ഹനുമാൻ സ്വാമിയാണ് അടുത്ത ബ്രഹ്മാവാവുക. അതുപോലെ ഇപ്പോഴത്തെ ഇന്ദ്രന്റെ പേര് പുരന്തരൻ എന്നാണ്. ആ ഇന്ദ്രന്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാ അടുത്ത ഇന്ദ്രനാവുക? ഭഗവാൻ ഒരു വരം കൊടുത്തിട്ടുണ്ട് അല്ലേ, മഹാബലിക്ക് വരം കൊടുത്തിട്ടുണ്ട് അടുത്ത ഇന്ദ്രനാവുക. എല്ലാവരും നമ്മൾ പറയില്ലേ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ, വെറുതെയാണ്. കാരണം ആ മഹാബലിയുടെ ഉള്ളിലൊരു അല്പം അഹങ്കാരം മാറ്റി ശുദ്ധഭക്തനാക്കുകയാണ് ചെയ്തത്. 12 മഹാജനങ്ങളിൽ ഒന്നാണ്
മഹാബലി അല്ലേ? നമുക്ക് അതായത് ബ്രഹ്മാവ്, ശിവൻ, യമരാജൻ ആ ശ്രേണിയിൽപ്പെടുന്ന ഒരു മഹാജനമാണ് നമ്മുടെ മഹാബലി. പിന്നെ അങ്ങനെ അവിടെ ഭഗവാൻ വാമനദേവൻ തന്നെയാണ് ദ്വാരപാലകനായിട്ട് നിൽക്കുന്നത്. അതിന് പുറമെ ഒരു വരം കൊടുത്തു, ആവശ്യപ്പെടാണ്ട് തന്നെ അടുത്ത ഇന്ദ്രൻ നീ ആയിരിക്കും എന്ന് പറഞ്ഞ് വരം കൊടുത്തു. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, എനിക്കില്ലാത്ത ഞാനെങ്ങനെ നിനക്ക് തരാം, ബാക്കി എന്ത് വേണേ നീ ചോദിച്ചോളം പറഞ്ഞു, എന്തും ചോദിച്ചോളം പറഞ്ഞു. അപ്പോൾ ഹിരണ്യകശിപു അതിബുദ്ധിശാലിയായിരുന്നു. അദ്ദേഹം വളരെ ആലോചിച്ചിട്ട് പറഞ്ഞു, ബ്രഹ്മദേവ, അവിടുത്തെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നും എന്നെ വധിക്കാൻ പാടില്ല. അതായത് ദേവന്മാരാവട്ടെ, അസുരന്മാരാവട്ടെ, മൃഗങ്ങളാവട്ടെ, മനുഷ്യരാവട്ടെ, ആരും എന്നെ വധിക്കാൻ പാടില്ല. ബ്രഹ്മദേവൻ തഥാസ്തു, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പിന്നെയും കുറേ കണ്ടീഷൻസ് പറഞ്ഞു. അതായത് എന്നെ ഭൂമിയിൽ വെച്ചോ ആകാശത്ത് വെച്ചോ വധിക്കാൻ പാടില്ല, ശരി. പിന്നെ അകത്തോ പുറത്തോ വെച്ച് വധിക്കാൻ പാടില്ല, രാത്രിയിലും പകലും വധിക്കാൻ പാടില്ല, ഒരു തരത്തിലുള്ള ആയുധങ്ങളും കൊണ്ട് എന്നെ വധിക്കാൻ പാടില്ല. എല്ലാം ബ്രഹ്മദേവൻ ആ തപസ്സിൽ സംപ്രീതനായിട്ട് എല്ലാം അനുവദിച്ചു. പിന്നെയും കുറെ വരങ്ങൾ ചോദിച്ചു ഹിരണ്യകശിപു. അതായത് എല്ലാ തരത്തിലുള്ള യോഗസിദ്ധികളും, അഷ്ടയോഗസിദ്ധികളും, മിസ്റ്റിക് പവേഴ്സും വേണം എനിക്ക്. അതായത് അണിമ, ലഖിമ, ഏറ്റവും ചെറുതാവുക, ഏറ്റവും വലുതാവുക. അത് മാത്രമല്ല എല്ലാ ദേവീദേവന്മാരുടെയും ധർമ്മങ്ങൾ, ഡ്യൂട്ടി ചെയ്യാനുള്ള കഴിവ് എനിക്ക് വേണം. അതായത് സൂര്യദേവനെ പോലെ വെളിച്ചം കൊടുക്കുക, ഇന്ദ്രനെ പോലെ മഴ കൊടുക്കുക, അഗ്നിദേവന്റെ, വായുദേവന്റെ, ഇവരെ ആരെയും ആശ്രയിക്കേണ്ട എനിക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യണം. ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം എൻ്റെ യോഗസിദ്ധി കൊണ്ടെന്ന്. അങ്ങനെ അതെല്ലാം ബ്രഹ്മദേവൻ ആ തപസ്സിൽ സംപ്രീതനായതുകൊണ്ട് എല്ലാം കൊടുത്തു. അങ്ങനെ അദ്ദേഹം വളരെ സന്തുഷ്ടനായിട്ട് പൂർവാധികം ശക്തനായിട്ട് ബ്രഹ്മദേവനെ നമസ്കരിച്ചുകൊണ്ട് പോയി തിരിച്ച് ചെന്ന് എല്ലാ അസുരന്മാരെയും കൂട്ടിയിട്ട് 14 ലോകങ്ങൾ സഞ്ചരിച്ച് എല്ലാവരെയും കീഴടക്കി. ദേവന്മാരെ, മനുഷ്യരെ, യക്ഷന്മാരെ, കിന്നരന്മാരെ, കിംപുരുഷന്മാരെ, വിദ്യാധരന്മാരെ എല്ലാവരെയും തോൽപ്പിച്ച് തൻ്റെ ദുർഭരണം തുടങ്ങി. അതായത് എല്ലായിടത്തും വിഷ്ണു പൂജ ആരോടും ചെയ്യരുത്, എന്നെ വേണം പൂജിക്കാന്ന് പറഞ്ഞു. മാത്രമല്ല നേരെ പോയി ഇന്ദ്രന്റെ ആ അമരാവതിയിൽ പോയിട്ട് ആ അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഭരിക്കുന്നത്. അതായത് എപ്പോഴും ഇൻടോക്സിക്കേറ്റഡ്, എപ്പോഴും അവിടെ സോമരസം എല്ലാം കഴിച്ച് കണ്ണൊക്കെ ഇങ്ങനെ എപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കും. കോപ്പർ റൈസ് എന്നാണ് പറയുന്നത്, അതുപോലത്തെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അദ്ദേഹത്തിന്റെ. പക്ഷെ ആ യോഗസിദ്ധി കൊണ്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആരെയും ആശ്രയിക്കാണ്ട് ദേവീദേവന്മാരെ എല്ലാം ഇത്രമാത്രം അദ്ദേഹം ബുദ്ധിമുട്ടിച്ചു. അത് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ പാലൻക്വിൻ ക്യാരിയേഴ്സ്, പല്ലക്ക് വഹിക്കുന്ന ആരാന്നറിയാമോ? 4 പേരാ. ഊഹിക്കാൻ സാധിക്കില്ല. ഇന്ദ്രനും ചന്ദ്രനും അഗ്നിയും വായുവും, ഈ 4 ദേവന്മാരാണ് ഹിരണ്യകശിപുവിന്റെ പല്ലക്ക് വഹിക്കുന്നത്. അപ്പോൾ അവരെ അടക്കം പീഡിപ്പിച്ചിരുന്നു ഹിരണ്യകശിപു. അത്ര ശക്തനായിരുന്നു. മാത്രമല്ല പണ്ട് പല രാജാക്കന്മാരും ഇതുപോലത്തെ ദുഷ്ടന്മാരുണ്ടായിരുന്നെങ്കിലും അവർക്ക് ഈ ബ്രാഹ്മണ ശാപം, മഹർഷിമാരുടെ ശാപം ഇതൊക്കെ ഭയമായിരുന്നു. പക്ഷെ ഇദ്ദേഹം ആ വരം കാരണം ഇതൊക്കെ അങ്ങ് ഒഴിവാക്കി. ഒന്നും ഏൽക്കില്ല, അത്തരം വരങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. നാച്ചുറൽ ഡെത്ത് പോലും, അതായത് സ്വാഭാവിക മരണം പോലും ഹിരണ്യകശിപു ഇല്ലാതാക്കി. എങ്ങനെയാ അകത്തും പുറത്തും വെച്ച് മരിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ സ്വാഭാവികമായിട്ട് മരിക്കുക? അപ്പൊ അങ്ങനെ എല്ലാം ഒഴിവാക്കി അദ്ദേഹം. അത്രയും ദുർഭരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹം തപസ് ചെയ്യാൻ പോയ സമയത്ത് ചില കാര്യങ്ങൾ നടന്നിരുന്നു. അതായത് ഇന്ദ്രൻ ദേവന്മാരെല്ലാം കൂട്ടി വന്ന് ഈ ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്ന് എല്ലാ അസുരന്മാരെയും തോൽപ്പിച്ച് കുറെ പേരെയൊക്കെ കൊന്നു. എന്നിട്ട് ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ കയാധുവിനെ പിടിച്ചോണ്ട് പോയി അവിടുന്ന്. ഇത് കണ്ടുകൊണ്ട് നാരദ മഹർഷി വന്നു. നാരദ മഹർഷി തടഞ്ഞു അവരെ. അതായത് എന്തിനാണ് ഈ സാധു സ്ത്രീയെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, ഇവരുടെ ഗർഭത്തിലുള്ളത് ആ ഹിരണ്യകശിപുവിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു, നശിപ്പിക്കണം എന്തായാലും പറഞ്ഞു. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, അത് ആരാന്നറിയാമോ? ഭക്ത ശിരോമണിയായിട്ട് പ്രഹ്ലാദ് മഹാരാജാണ്. അപ്പോൾ ഇതുപോലൊരു വിഷ്ണു ഭക്തൻ ഇനി വരാനേ ഇല്ല, ഇവരിപ്പം തന്നെ വിടണം എന്ന് പറഞ്ഞു. അത് കേട്ടപാടെ ഇന്ദ്രൻ വേഗം അവരെ കയാധുവിനെയും പ്രഹ്ലാദിനെയും പ്രദർശനം വെച്ച് അവിടുന്ന് പോയി. അപ്പം അങ്ങനെ നാരദ മഹർഷി കയാധുവിനോട് പറഞ്ഞു, നീ എൻ്റെ ആശ്രമത്തിലേക്ക് വരൂ, ഭർത്താവ് തപസ്സെല്ലാം കഴിഞ്ഞ് വരുന്നവരേക്കും അവിടെ സുരക്ഷിതമായിട്ടിരിക്കാം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയിട്ട് അദ്ദേഹം അവർക്ക് ഭാഗവത ധർമ്മം ഉപദേശിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ കയാധു സ്ത്രീ ആയതുകൊണ്ടും ഗർഭിണി ആയതുകൊണ്ടും അതൊന്നും ഹൃദിസ്ഥമായില്ല. പക്ഷേ പ്രഹ്ലാദ് മഹാരാജ് ആ ഗർഭാവസ്ഥയിലെ തന്നെ മഹാഭാഗവതനാണ്, കഴിഞ്ഞ ജന്മത്തിലെ മഹാഭക്തനായിരുന്നു. അതായത് ഭാഗവതത്തിലേക്ക് പ്രഹ്ലാദ് മഹാരാജിന്റെ എൻട്രി തന്നെ മഹാഭാഗവതനായിട്ടായിരുന്നു. നമുക്കറിയാം നാരദ മഹർഷി പോലും അങ്ങനെയല്ല, ഭാഗവതത്തിൽ ദാസിപുത്രനായിട്ടാണ് കാണുന്നത്. പിന്നെ ചാതുർമാസ്യ വ്രതമെടുത്തിട്ടുള്ള ആ മഹർഷിമാരെ സേവിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അടുത്ത ജന്മം കിട്ടി. ധ്രുവ മഹാരാജ് ഭൗതികമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് ചെന്നത്. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ശുദ്ധഭക്തനായത്. പക്ഷേ പ്രഹ്ലാദ് മഹാരാജ് ഭാഗവത്തിലേക്ക് വരുന്നതേ എൻട്രി തന്നെ മഹാഭാഗവതനായിട്ടാണ്.
അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹത്തിനെ പറ്റിയിട്ട് എന്താണ് നാരദ മഹർഷി സ്തുതിക്കുന്നുണ്ട്. അതായത് ഒരു സ്പിരിച്വൽ മാസ്റ്ററും ഒരു ഗുരുവും തന്റെ ശിഷ്യനെ ഇത്രമാത്രം ഗ്ലോറിഫൈ ചെയ്യുന്നില്ല, സ്തുതിക്കുന്നില്ല. നാരദ മഹർഷി ഭാഗവതത്തിൽ പ്രഹ്ലാദനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വാതോരാതെയാണ് പറയുന്നത്. അത് നമുക്ക് സമയമില്ല. അതായത് പ്രഹ്ലാദൻ എപ്പോഴും എക്സ്റ്റാറ്റിക് ആണ്, ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം ഇടയ്ക്ക് കരയും, ഇടയ്ക്ക് രോമാഞ്ചം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രഹ്ലാദ് മഹാരാജ് ഗർഭാവസ്ഥയിൽ തന്നെ നാരദ മഹർഷിയെ ഗുരുവായിട്ട് സ്വീകരിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്താണ് ഭാഗവത ധർമ്മം മുഴുവൻ ഹൃദയസ്ഥമാക്കും. അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞു. ഹിരണ്യകശിപുവിന്റെ ദുർഭരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 4 മക്കളുണ്ട്. അത് 4 പേരും തേജസ്വികളാണ്. പക്ഷേ പ്രഹ്ലാദ് മഹാരാജ് അതിതേജസ്വിയും അതിബുദ്ധിമാനും വലിയ പണ്ഡിതനുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രഹ്ലാദനായിരുന്നു ഹിരണ്യകശിപുവിന് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം നേരെ പ്രഹ്ലാദനെ വിളിച്ചു. വത്സ, പ്രഹ്ലാദ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മടിയിൽ പിടിച്ചിരുത്തി അങ്ങനെ മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ അറിയാം എന്താണ് നിനക്ക് 5 വയസ്സേ പ്രായമായിട്ടുള്ളെങ്കിലും നിനക്ക് ഒരുപാട് പാണ്ഡിത്യമുണ്ട്, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് അച്ഛന് പറഞ്ഞു തരൂ എന്തൊക്കെയാണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ അവിടെ വെച്ച് പ്രഹ്ലാദ് മഹാരാജ് ഹിരണ്യകശിപുവിന് പലപ്പോഴായിട്ട് കൊടുക്കുന്നുണ്ട്. അതിലൊരു ശ്ലോകം നമുക്ക് പറയാം. പ്രഹ്ലാദൻ പറഞ്ഞൊരു ശ്ലോകമാണ് ഹിരണ്യകശിപുവിനോട്: ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യം ആത്മനിവേദനം. അതായത് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ നവവിധ ഭക്തി, ശ്രവണം, കീർത്തനം, ശ്രവണം ഭഗവാന്റെ കഥാശ്രവണം, കീർത്തനം ഭഗവാന്റെ നാമം ജപിക്കുക, ഇങ്ങനെ അർച്ചന, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം, ഈ 9 തരത്തിലുള്ള ഡിവോഷണൽ പ്രോസസ്സുകൾ, 9 തരത്തിലുള്ള ഭഗവാന്റെ ഭക്തിയിൽ ഏത് വ്യക്തി അയാള് മുഴുകിയിരിക്കുന്നുവോ അദ്ദേഹത്തിന്റെ ജീവിതം ധന്യമാണ്. അതായത് അങ്ങനെയുള്ളൊരു ഭക്തന് ഒരിക്കലും എന്താണ് വീണ്ടും ഈ റിപ്പീറ്റഡ് സൈക്കിൾസ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ഈ ജന്മമിത്ത് ജരാവ്യാധി ചക്രത്തിലേക്ക് വീണ്ടും വരേണ്ടി വരില്ല. ഭഗവാൻ ഈ ലോകത്തിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ദുഃഖാലയം അശാശ്വതം, അല്ലെ? അത് ഈ ഭോജനാലയത്തിൽ നമുക്ക് എന്താ കിട്ടുക? ഭോജനം. ദുഃഖാലയത്തിൽ എന്താ കിട്ടുക? ദുഃഖം. നമ്മൾ എപ്പോഴാണ് നമ്മൾ സുഖം എന്ന് പറയുന്നത്? 2 ദുഃഖങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമുണ്ട്. അപ്പൊ സുഖമാണ്, കുഴപ്പമില്ല. ഭഗവാൻ പറയുന്നത് യു ആർ സീക്കിംഗ് പ്ലഷർ ഇൻ ദ റോങ് പ്ലേസ്. അതായത് നിങ്ങൾ സുഖം തേടുന്നത് തെറ്റായ സ്ഥലത്താണ്. ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അതായത് മാത്രാ സ്പർശാസ്ത് കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമ പായന ആദിത്യ താം തിദീക്ഷസ്വ ഭാരത. നിങ്ങൾ അതിനെ സഹിക്കാൻ പഠിക്കുക. ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്നെ ആശ്രയിക്കാൻ സഹിക്കാൻ പഠിക്കുക. പക്ഷെ ഇന്റൻഷൻ, നമ്മുടെ ഉദ്ദേശം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറയാൻ തുടങ്ങി പ്രഹ്ലാദൻ. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം വേണ്ടത്. അതിനെ ദിവസം നമ്മൾ ഭഗവാൻ നാമം ജപിക്കണം. ഭഗവത്ഗീതയോ ഭാഗവതയോ ഭാഗവതമോ ദിവസേന അല്പനേരമെങ്കിലും ഇതൊക്കെ എല്ലാം ശീലിക്കണം. ഇതെല്ലാം കേട്ടിട്ട് ഹിരണ്യകശിപു എന്താണ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രഹ്ലാദ, എനിക്ക് തോന്നുന്നത് എൻ്റെ ശത്രു വിഷ്ണുവിൻ്റെ ചാരന്മാർ എൻ്റെ കൊട്ടാരത്തിലുണ്ട്. അവരായിരിക്കും നിന്നെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു പഠിപ്പിച്ചത്. അതുകൊണ്ട് തൻ്റെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യൻ്റെ മക്കളുണ്ട്, ഷണ്ഡനും അമർക്കനും. അവരാണ് അസുര ഗുരുകുലം നടത്തുന്നത്. അവരോട് പറഞ്ഞു, ഈ പ്രഹ്ലാദനെ കൊണ്ടുപോയിട്ട് ഈ ദുർബുദ്ധിയെല്ലാം കളഞ്ഞ് നമ്മുടെ ധർമ്മ അർത്ഥ കാമങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറയും. അങ്ങനെ പ്രഹ്ലാദന് പക്ഷെ അതിൽ നിന്ന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും കുറേ കാലം കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം കയാധു പ്രഹ്ലാദനെ വളരെ സുന്ദരനായിട്ട് അലങ്കരിച്ച് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴേക്കും വീണ്ടും ഹിരണ്യകശിപു വിളിച്ചു, മകനെ പ്രഹ്ലാദ വരൂ എന്നൊരു വീണ്ടും വിളിച്ച് മടിയിലിരുത്തി പറഞ്ഞു, അച്ഛനറിയാം ഇപ്പം നീ കുറച്ചു കാലമായല്ലോ ഗുരുകുലത്തിലേക്ക് പോയി തുടങ്ങി, അപ്പം നിന്റെ ആ ദുശ്ചിന്തകളെല്ലാം മാറിക്കാണും. ഇനി അച്ഛന് പറഞ്ഞു തരൂ എന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഏറ്റവും പരമമായിട്ടുള്ള തത്വം എന്താണ്? അപ്പോൾ പ്രഹ്ലാദൻ വീണ്ടും അതിന് മറുപടിയായിട്ട് പറയും, ഏറ്റവും പരമമായിട്ടുള്ള തത്വം മറ്റാരുമല്ല, സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്. അദ്ദേഹത്തിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസമ ഊർധ്വ. അദ്ദേഹത്തിന് തുല്യമായിട്ടും മുകളിലായിട്ട് വേറൊരു തത്വവുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പരമാത്മാവിടിരിക്കുന്ന അദ്ദേഹമാണ്. നമ്മുടെ മാത്രമല്ല, എന്താണ് അസുരന്മാരുടെ മാത്രമല്ല, മനുഷ്യരുടെയും ദേവന്മാരുടെയും മൃഗങ്ങളുടെയും എല്ലാവരുടെയും ഹൃദയഭാഗത്ത് ഒരു അങ്കുലം വലുപ്പത്തിൽ ക്ഷീരോദകശായ വിഷ്ണു എന്നുള്ള രൂപത്തിൽ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ആ പൂർവ്വജന്മ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. വേറെ ആർക്കും അറിയാം അതിനെ പറ്റിയിട്ട്. അപ്പൊ നമ്മുടെ ആത്മാവിന് വശത്തായിട്ട് പരമാത്മാവായിട്ട്, സോളിന്റെ സൈഡിൽ സൂപ്പർ സോളായിട്ട് പരമാത്മാവായിട്ട് അദ്ദേഹം കൂടെയുണ്ട്. നമുക്ക് ഈവൻ എന്താണ് മറ്റൊരു ദേവതയോടാണ് ഇഷ്ടമെങ്കിലും ആ ഭക്തി വളർത്തി അവരിലൂടെ നമുക്ക് അനുഗ്രഹം തരുന്നത് പോലും ഭഗവാനാണ്. അതുകൊണ്ട് ആ ഭഗവാന്റെ ഭക്തി ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ വീണ്ടും ഒരു ജന്മം എടുക്കാതിരിക്കാൻ സാധിക്കുള്ളൂ. ശങ്കരാചാര്യ പറയുന്ന പോലെ പുനരവിജനനം പുനരവിമരണം പുനരവിജനനീ ജഠരേ ശയനം എന്ന് പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുക്കാതിരിക്കണമെങ്കിൽ നമുക്ക്
ഇനിയും 84 ലക്ഷം ജന്മങ്ങൾ താണ്ടാതെ വീണ്ടും ഇനി ഒരു അമ്മയുടെ ഗർഭത്തിൽ പിറക്കാതിരിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ഭക്തി ചെയ്തേ പറ്റുള്ളൂ. ഈ പ്രാവശ്യം ഹിരണ്യകശിപു ശാന്തനായിരുന്നില്ല, പൊട്ടിത്തെറിച്ചു ഇത് കേട്ടതോടുകൂടി. 5 വയസ്സുള്ള കുട്ടിയാണെന്ന് ആലോചിച്ചില്ല, നേരെ എടുത്ത് എറിഞ്ഞു പ്രഹ്ലാദനെ. പറഞ്ഞു, പ്രഹ്ലാദ, നമ്മുടെ ശരീരത്തിന്റെ ഒരു അംഗത്തിന് ഒരു ഭാഗത്തിന് കേട് പറ്റിയാൽ അത് അവിടെ വെച്ച് മുറിച്ചു കളയണം. ആ കേട് മറ്റു ഭാഗത്തേക്ക് പടരാൻ പാടില്ല. നീ അസുര കുലത്തിന് തന്നെ അപമാനമാണ്, എനിക്ക് ഇങ്ങനത്തെ ഒരു പുത്രനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അസുരന്മാരോട് പറഞ്ഞു ഇവിടെ ഇപ്പൊ തന്നെ വധിക്കാൻ പറഞ്ഞു. അങ്ങനെ പല ഘോരരൂപികളായിട്ടുള്ള അസുരന്മാര് അവരെല്ലാവരും വന്ന് ആ പ്രഹ്ലാദന് നേരെ പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചു. പക്ഷെ പ്രഹ്ലാദൻ പൂർണ്ണമായിട്ടും നിർഭയനായിരുന്നു, കണ്ണടച്ചിട്ട് ഭഗവാന്റെ നാമം ജപിച്ചു. ആ ആയുധങ്ങളൊന്നും ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല പ്രഹ്ലാദന്റെ ശരീരത്തിൽ. അപ്പോഴേക്കും വീണ്ടും കോപമായി ഹിരണ്യകശിപുവിന്. അങ്ങനെ അസുരന്മാരോട് പറഞ്ഞു ഇവനെ കൊണ്ടുപോയിക്കോളൂ, എന്ത് മാർഗം വേണമെങ്കിലും അവലംബിച്ചോളൂ, പക്ഷെ ഇവനെ വധിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അസുരന്മാരെ കൊണ്ടുപോയി ശരിക്കും പീഡിപ്പിച്ചു പ്രഹ്ലാദനെ. അതായത് പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് താഴേക്കിട്ടു, വലിയ പാറക്കല്ലുകൾ എടുത്തെറിഞ്ഞു, അഗ്നികുണ്ഡത്തിലേക്ക് എടുത്തിട്ടു, അതുപോലെ വിഷസർപ്പങ്ങളുടെ ഇടയിലേക്ക് എടുത്തിട്ടു. അങ്ങനെ മതയാനകൾ കൊണ്ട് ചവിട്ടിച്ചു, വിഷം കുടിപ്പിച്ച് കൊല്ലാൻ നോക്കി. ഏതൊക്കെ മാർഗങ്ങൾ അവലംബിച്ചപ്പോഴും പ്രഹ്ലാദൻ വളരെ ശാന്തനായിരുന്നു. വളരെ വിശദമായിട്ട് ഭാഗവതം പറയുന്നുണ്ട്, നമുക്ക് സമയമില്ല. എന്നാലും പ്രഹ്ലാദൻ വളരെ ശാന്തനായിരുന്നു. അദ്ദേഹം എക്സ്റ്റസിയിലായിരുന്നു. അതായത് പല കാര്യങ്ങൾ ഓരോന്നിനും എന്ത് കാണാൻ നേരത്തും അദ്ദേഹം ഭഗവാനുമായിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. വിഷസർപ്പങ്ങളുടെ അടുത്തേക്ക് കിട്ടപ്പോൾ ഒരു ഉദാഹരണം പറയാം. അദ്ദേഹം വിചാരിച്ചു എൻ്റെ ഭഗവാന്റെ മെത്തയിലേക്ക്, അനന്തനല്ലേ മെത്ത, അവിടേക്കാണ് എൻ്റെ അച്ഛൻ എടുത്തെറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോ കാര്യത്തിലും ഭഗവാനെ മാത്രം കാണും, അശേഷം ഭയന്നില്ല. അങ്ങനെ ഇത് കേട്ടപ്പോഴേക്കും ഹിരണ്യകശിപുവിന് കോപം മാത്രമല്ല ആശങ്കയും വളർന്നു. കാരണം 14 ലോകത്തിലും ആരും എന്നെ നേരെ പോലും നിൽക്കില്ല, പിന്നെ ഈ 5 വയസ്സുള്ള കുട്ടി എന്താണ് ഇത്രയും നിർഭയനായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഷണ്ഡനും അമർക്കനും വരും. അവർ പറയും ഞങ്ങൾക്കൊരു അവസരം കൂടി തരും, ഞങ്ങൾ ഇനിയും പ്രഹ്ലാദനെ കൊണ്ടുപോകാം. അവര് പറയുന്നുണ്ട് ഭരണഭാഷം കൊണ്ട് ഈ പ്രഹ്ലാദനെ ബന്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്രാവശ്യം പ്രഹ്ലാദ് മഹാരാജ് എന്ത് ചെയ്തു, അവിടെ ചെന്ന് ഈ ഗുരുക്കന്മാരില്ലാത്ത സമയം നോക്കിയിട്ട് ആ കൂടെയുള്ള അസുരബാലന്മാരെ ഈ ഭാഗവത ധർമ്മം ഉപദേശിക്കാൻ തുടങ്ങി. അതിലെ ശ്ലോകമാണ്, ആദ്യത്തെ ശ്ലോകമാണ് നമ്മൾ വായിച്ചത്. ശ്രീ പ്രഹ്ലാദ ഉവാച കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപി അത്രോമർത്ഥതം. ദുർലഭം മാനുഷം ജന്മ, ഈ മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. അതുകൊണ്ട് കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ, അതുകൊണ്ട് ഈ ഭാഗവത ധർമ്മം ചെറുപ്പത്തിലേ അഭ്യസിക്കണം. പ്രഹ്ലാദ മഹാരാജ് പറയാണ്, അതായത് 10-15 വർഷം ബാലലീലകളിൽ ചെറുപ്പമായിരിക്കുമ്പോൾ കുട്ടിക്കാലത്ത് പല വിനോദങ്ങളിൽ ഏർപ്പെട്ടു പോകും. പിന്നെ കൗമാരത്തിലും യൗവനത്തിലും മറ്റു പല ആകർഷണങ്ങളിൽ ഏർപ്പെട്ടു പോകും. പിന്നെ എന്താണ്, ഗൃഹസ്ഥ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് മക്കളൊക്കെ ആയിട്ട് നമ്മൾ കണ്ണ് കടച്ചു തുറക്കുന്നതിന് മുമ്പേ എന്ത് സംഭവിക്കും, വാർദ്ധക്യം വരും അല്ലേ. തിരിച്ചറിയുന്നതിന് മുമ്പേ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് വൃദ്ധരായി മാറും. ആ സമയത്ത് ഭക്തി തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധിക്കില്ല. അതുകൊണ്ട് ചെറുപ്പത്തിലേ തന്നെ ശീലിക്കണം. നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നുവോ തീർച്ചയായിട്ടും ഒരല്പസമയം ദിവസേന ഭഗവത് നാമജപത്തിനും ഗീതാ ഭാഗവതാദികൾ പാരായണം ചെയ്യുന്നതിനായിട്ട് വിനിയോഗിക്കണം. ഇങ്ങനെ അവർ ഉപദേശിക്കുമ്പോഴേക്കും പ്രഹ്ലാദ് മഹാരാജ് നമ്മളെ പോലെയല്ല, ശുദ്ധ ഭക്തനാണ്, ഉത്തമ വൈഷ്ണവനാണ്. അദ്ദേഹത്തിന്റെ ആ പ്രഭാവം അസുരബാലന്മാരിൽ വളരെ പെട്ടെന്നുണ്ടായി. അവരെല്ലാവരും ഭക്തന്മാരായി. അവർ പ്രഹ്ലാദനോട് പറഞ്ഞു, പ്രഹ്ലാദ, ഞങ്ങൾക്ക് ഇനി ഗുരുക്കന്മാർ പറയുന്ന ഒന്നും കേൾക്കണ്ട, നീ പറയുന്നതാണ് പരമസത്യം, നീയാണ് ഞങ്ങളുടെ ഗുരു എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് ആ ഷണ്ഡനും അമർക്കനും വരുമ്പോഴേക്കും അവർക്ക് ഭയമായി പോകും. അവർ നേരെ ഓടിച്ചെന്ന് ഹിരണ്യകശിപുവിന്റെ കാൽക്കൽ ചെന്ന് വീഴും. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, ആ പ്രഹ്ലാദനെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് മാത്രമല്ല അസുരബാലന്മാരെ മുഴുവൻ ഈ ദുശ്ചിന്തകൾ പറഞ്ഞു കൊടുക്കുകയാണെന്ന് പറയും. അപ്പോഴേക്കും ഹിരണ്യകശിപുവിനും വളരെ കോപമാവും. ഇവരെയും കുറെ വഴക്ക് പറയും, പ്രഹ്ലാദ, നിന്നെ ഞാൻ ഇപ്പൊ തന്നെ വധിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഞാൻ തന്നെ നിന്നെ വധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാൾ ഊരിക്കൊണ്ട് നേരെ പ്രഹ്ലാദനെ വിളിച്ചുകൊണ്ട് വരും. പ്രഹ്ലാദൻ എപ്പോഴും ശാന്തനായിട്ട്, പ്രഭു പിതാവേ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും പറയും, എന്താണ് നീ ഇത്രയും നിർഭയനായിട്ടിരിക്കുന്നത്? അതായത് 14 ലോകങ്ങളിലും ഇന്ദ്രൻ പോലും വിറച്ചേ എന്റെ മുന്നിൽ നിൽക്കുള്ളൂ, പിന്നെ നിനക്ക് എവിടുന്നാണ് ഈ അഭയം? ആരാണ് നിനക്ക് ഈ നിർഭയത്വം തരുന്നത്? പ്രഹ്ലാദൻ വളരെ ശാന്തനായിട്ട് പറയും, അച്ഛാ, ആരാണോ അങ്ങേക്ക് ഈ കഴിവും ശക്തിയും ശോഭയും തേജസ്സും എല്ലാം തരുന്നത്, അതേ വിഷ്ണു ഭഗവാൻ തന്നെയാണ് എനിക്കും ഈ നിർഭയത്വം തരുന്നത്. ഇത് കേട്ടതോടുകൂടി കോപം കൊണ്ട് വിറച്ച് പല്ലെല്ലാം കടിച്ച് കണ്ണെല്ലാം ചുവന്ന്, വിഷ്ണു വിഷ്ണു വിഷ്ണു, എവിടെയുണ്ട് നിന്റെ വിഷ്ണു എന്ന് ചോദിക്കും. പറയും, എന്റെ ഭഗവാൻ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയും. ഈ തൂണിലും ഉണ്ടോന്ന് ചോദിക്കും. അവിടെയുണ്ട് അച്ഛാന്ന് പറയും.
കാണട്ടെ നിന്റെ വിഷ്ണുവിനെ എന്ന് പറഞ്ഞ് വാളോങ്ങി ഒരു വെട്ടുകൊടുക്കാൻ തോന്നി. എന്താണ് ദിഗന്ധങ്ങൾ നടുക്കുന്ന സിംഹഗർജനത്തോടു കൂടി ആ എന്താണ് പകുതി സിംഹവും പകുതി മനുഷ്യനുമായിട്ട് ആ നരഹരി രൂപം ഭഗവാന്റെ നൃസിംഹ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഘോരമായിട്ട് ഗർജിച്ചുകൊണ്ടാണ് വരുന്നത് ഭഗവാൻ. കാരണം ഭഗവാൻ അത്രയും ക്രോധത്തിലായിരുന്നു. കാരണം ഹിരണ്യകശിപു ക്രോസ്ഡ് ആൾ ദ ലിമിറ്റ്സ്, എല്ലാ സീമകളും ലംഘിച്ചു. അതായത് തന്റെ ഭക്തനെ ഇത്രമാത്രം പീഡിപ്പിച്ചു. ഭഗവാൻ സ്ഥാണു നരസിംഹ രൂപത്തിലാണ് നിന്നിരുന്നത്. നമ്മുടെ മായപ്പൂർ നരസിംഹദേവനില്ലേ, കയ്യെല്ലാം ഇങ്ങനെ വെച്ച് മുട്ടെല്ലാം മടക്കി ചാടാൻ റെഡിയായി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു ഭഗവാൻ. കണ്ണെല്ലാം ചുവന്ന് കലകി തീക്കട്ട പോലെയാണ് ഭഗവാന്റെ. ഭഗവാൻ ഉറക്കെ ഗർജിച്ചുകൊണ്ട് ആണ് വന്നത്. ഈ ഗർജനം കേട്ടിട്ട് 14 ലോകത്തിലെ നിവാസികൾ വിചാരിച്ച് പ്രളയമായി പോയെന്ന്. ബ്രഹ്മാവും മഹാദേവനും അപ്സരസുമാരും ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും കിംപുരുഷന്മാരും എല്ലാവരും ഭയന്നുപോയി. ഇത്രയും ഭീകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഭഗവാന്റെ രൂപം ആരും കണ്ടിട്ടില്ല. അവരെല്ലാവരും ആകാശത്ത് നോക്കി നിന്നു നരസിംഹദേവനെ. അങ്ങനെ ഹിരണ്യകശിപു പേടിച്ച് ഭയന്ന് പിന്നോട്ട് മാറി. ഇത്രയും ഭയാനകമായിട്ട് രൂപം അദ്ദേഹം കണ്ടിട്ടേ ഇല്ല. ആ ഭഗവാന്റെ രൂപം എങ്ങനെയാണ് ഭാഗവതം വർണ്ണിക്കുന്നത് നമുക്ക് നോക്കാം. ആ ശ്ലോകം വായിക്കാം. ശ്രീമദ് ഭാഗവതം 7-ാമത്തെ സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലെ 19 തൊട്ട് 22 വരെയുള്ള ശ്ലോകങ്ങളാണ്. മീമാംസമാനസ്യ സമുത്ഥിതോഗ്രതോ നൃസിംഹരൂപസ്തദലം ഭയാനകം പ്രതപ്തചാമീകരചണ്ഡലോചനം സ്ഫുരത്സടാകേസര ജൃംഭിതാനനം कराळदंष्ट्रं करवाळचञ्चल क्षुरन्दजिह्वं भृगुडीमुखोल्बणं स्तब्धोर्धकर्णं गिरिकन्दराल्पुता व्याप्तस्य नासं हनुभेदभीषणं दिवि स्पृशत्कायम् अदीर्घपीवर ग्रीवोर्वक्षस्थलम् अल्पमध्यमम् चन्द्रांशुगौरैश्चुरितं तनूरुहैर् विश्वभुजानीकशतं नखायुधं दुरासदं सर्वनिजेतरायुध प्रवेगविद्रावित दैत्यदानवम्. ശ്രീ പ്രഹ്ലാദനന്ദേ ഭഗവാൻ കി ഭഗവാന്റെ രൂപത്തിനെ വർണ്ണിക്കുകയാണ്. ആരുടെ കണ്ണിലൂടെയാണ് കാണുന്നത്? ഹിരണ്യകശിപുവിന്റെ കണ്ണിലൂടെയാണ് ഭഗവാൻ രൂപം കാണുന്നത്. ഹിരണ്യകശിപു കാണുകയാണ്. അതായത് ആകാശം മുട്ട ഉയരം. ഭഗവാന്റെ ആ സടകളെല്ലാം ലോഹക്കമ്പികൾ പോലെ ആകാശത്തിലെ മേഘങ്ങളെ ചിതറിത്തെറിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ക്രോധം കൊണ്ട് ഭഗവാന്റെ കണ്ണുകൾ തീക്കട്ടകൾ പോലെ തപ്ത കാഞ്ചനം, മോൾട്ടൺ ഗോൾഡ് എന്നാ പറയുന്നത്, ഉരുകിയ സ്വർണ്ണം പോലെ ഇരുന്നു ഭഗവാൻ കണ്ണുകൾ. അതുപോലെ ഭഗവാന്റെ നാസാരന്ധ്രങ്ങളും ആ വായു എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് പർവ്വതങ്ങളിലെ വലിയ ഗുഹകൾ പോലെയായിരുന്നു. ഭഗവാന്റെ ആ ദംഷ്ട്രങ്ങൾ അത്യന്തം ഭയാനകങ്ങളായിരുന്നു. കരാള ദംഷം എന്നാണ് ഭാഗവതം പറയുന്നത്. ആ ഭഗവാന്റെ വായിൽ നിന്ന്, തിരുമുഖത്ത് നിന്ന് ആ രക്തവർണ്ണമുള്ള നാക്ക് പുറത്തേക്ക് എന്നാണ് ലൈക്ക് എ ഡ്യുവലിംഗ് സോഡ്, ഒരു വാള് പോലെ ഭഗവാൻ ചുഴറ്റിക്കൊണ്ടിരുന്നു. ഭഗവാന്റെ കഴുത്ത് വളരെ ശക്തവും അതുപോലെ തന്നെ ചെറുതുമായിരുന്നു. ഭഗവാന്റെ മാറിടം വക്ഷസ്ഥലം വളരെ വിശാലവും അതിശക്തവുമായിരുന്നു. ഭഗവാന്റെ കൈകൾ ഉരുക്ക് പോലെയുള്ളതും എല്ലാ ദിശകളിലേക്കും പടർന്നു നിൽക്കുന്നതുമായിരുന്നു. ഭഗവാന്റെ മധ്യഭാഗം വളരെ ഒതുങ്ങിയതും ശക്തവുമായിരുന്നു. ഭഗവാന്റെ കൈനഖങ്ങളെല്ലാം വാളുകൾ പോലെ മൂർച്ചയേറിയതായിരുന്നു. അതുപോലെ ഭഗവാന്റെ ശരീരത്തിലെ ഓരോ രോമങ്ങളും ചന്ദ്രരശ്മികൾ പോലെ പ്രഭയാർന്നതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ഭീമാകാരമായിട്ടുള്ള ഭീഷണമായിട്ട് രൂപം കണ്ടിട്ട് ഹിരണ്യകശിപു പേടിച്ച് പിന്നോട്ട് പോയി. പക്ഷെ ഭാഗവതത്തിൽ പറയുന്നത് ഗരുഡൻ എപ്രകാരമാണ് സർപ്പങ്ങളെ വധിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വിനോദത്തിൽ നിന്ന പോലെ അല്പനേരം വെറുതെ വിടുന്നത്, അതുപോലെ നരസിംഹദേവൻ ആ ഹിരണ്യകശിപുവിനെ ഒന്ന് വെറുതെ വിട്ടു. അപ്പോഴേക്കും എന്താണ് അസുരന്മാർക്ക് സ്വാഭാവികമായിട്ടുള്ള ഡംഭോടും അഹങ്കാരത്തോടും കൂടി വിചാരിച്ചു, എന്നെ ഭയന്നിട്ടായിരിക്കും വിചാരിച്ച് ആ വാളും പരിചയിച്ച് എടുത്ത് ഭഗവാന്റെ നേരെ ചാടി വരുമ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ കൈനഖങ്ങൾ കൊണ്ട് ഒരു ഭൃംഗം, ഒരു വണ്ടിനെ എന്ന പോലെ ഹിരണ്യകശിപുവിനെ തൂക്കിയെടുത്തു. നമ്മൾ പറയാറില്ലേ, എല്ലാവരും ഒരുമിച്ച് അറിയുന്നവർ ഒരുമിച്ച് പാടാം. തവ കര കമലവരേ നഖ അദ്ഭുത ശൃംഗ ദളിതാ ഹിരണ്യകശിപു തനുഭൃംഗ കേശവദൃത നരഹരി രൂപ ജയ ജഗദീശ ഹരേ. തവ കര കമല വരേ നഖാം അത്ഭുത ശൃംഗം ദളിത ഹിരണ്യകശിപൂർ തനുഭൃംഗം. ഒരു ഭൃംഗം, ഒരു വണ്ടിനെ എന്ന പോലെ ഹിരണ്യകശിപുവിന്റെ ശരീരത്തിനെ ഭഗവാൻ ഇങ്ങനെ എടുത്തു. എന്നിട്ട് നേരെ ആ കൊട്ടാരത്തിന്റെ ഉമ്മറപ്പടിയിലേക്ക് പോയി ക്രോധത്തോടെ ഗർജിച്ചുകൊണ്ട് ഉമ്മറപ്പടിയിൽ പോയിരുന്നു. തന്റെ മടിയിലേക്ക് ആ അസുരന്റെ ശരീരത്തിനെ വെച്ചു. അതായത് അകത്തും പുറത്തുമല്ല, ഉമ്മറവാതിലാണ്. അതുപോലെ
ഭൂമിയിലോ ആകാശത്തോ അല്ല, തന്റെ മടിയിലാണ്. രാവും പകലുമല്ല, ത്രിസന്ധ്യാ നേരമാണ്. ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽപ്പെട്ട ആരുമല്ല, ദേവനല്ല, മനുഷ്യനല്ല, അസുരനല്ല, മൃഗമല്ല, നരഹരി രൂപമാണ്, നരസിംഹ ഭഗവാനാണ്. അങ്ങനെ ആ ഭഗവാൻ എന്താണ്, ഒരു ആയുധങ്ങൾ ഉപയോഗിച്ചില്ല. തന്റെ ആ കൈനഖങ്ങൾ കൊണ്ട് തന്റെ ഭക്തനെ ഇത്രമാത്രം പീഡിപ്പിച്ച ആ ദുഷ്ടനായിട്ടുള്ള അസുരന്റെ ഹൃദയം പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ആ ക്രോധത്തോടുകൂടി ഗർജിച്ചുകൊണ്ട് ആ ശരീരം കഷ്ണങ്ങളാക്കി ആ കുടൽമാല എടുത്തുകൊണ്ട് നേരെ മാല പോലെ അണിഞ്ഞു. ഇങ്ങനെ ഇത്രമാത്രം രക്തം പുരണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഭഗവാന്റെ രൂപം കണ്ടിട്ട് ബ്രഹ്മാവും മഹാദേവനും എല്ലാ ദേവന്മാരും എല്ലാവരും ഭയന്നുപോയി. അവരെല്ലാവരും ഭഗവാനെ സ്തുതിച്ചു, പുഷ്പവൃഷ്ടി ചെയ്തു. ആ ഓരോ സ്തുതിയും പ്രത്യേകം ഭാഗത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് അവര് നേരെ ലക്ഷ്മി ദേവിയോട് പറഞ്ഞു, അമ്മേ, അവിടുന്ന് വേണം പോയിട്ട് ഭഗവാന്റെ ഈ ക്രോധം ശമിപ്പിച്ച് ശാന്തനാക്കാനായിട്ട് പറഞ്ഞു. അത്രമാത്രം ക്രോധത്തിലാണ് ഭഗവാൻ. ലക്ഷ്മി ദേവി പറഞ്ഞു, ഇത്രയും ഭീഷണമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഭഗവാന്റെ രൂപം ഞാൻ കണ്ടിട്ടേ ഇല്ല, എനിക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇവര് ബ്രഹ്മാവും പരമേശ്വരനും കൂടി ആലോചിച്ച് എന്ത് ചെയ്യും ഇനി, ആരോട് പറയും. അങ്ങനെ അവർ രണ്ടാളും കൂടി ആലോചിച്ച് നേരെ ആരടുത്തേക്ക് വന്നു, പ്രഹ്ലാദന്റെ അടുത്തേക്ക് വന്നു. പ്രഹ്ലാദ പുത്ര, ഭഗവാന്റെ ഈ നരസിംഹ അവതാരം നിനക്ക് വേണ്ടിയുള്ളതാണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ യു, നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സാധാരണ ഭഗവാന്റെ അവതാരങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ, നിനക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നീ ചെന്ന് സ്തുതിച്ചാൽ, പറഞ്ഞാൽ മാത്രമേ ഭഗവാൻ ശാന്തനാവെന്ന് പറഞ്ഞു. ഇതോടുകൂടി പ്രഹ്ലാദനെ നമസ്കരിച്ച് നേരെ ചെന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോയി ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ആ പ്രഹ്ലാദ സ്തുതി ഭാഗത്തിൽ വളരെ പ്രശസ്തമാണ്. അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു തുടങ്ങി, ഭഗവാനെ, അങ്ങ് സർവ്വലോകങ്ങളുടെയും നാഥനാണ്. ഈ നിൽക്കുന്ന ദേവീദേവന്മാർക്ക് ആർക്ക് പോലും അങ്ങേ യഥോചിതം സ്തുതിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങ് ഉത്തമ ശ്ലോക വർണ്ണിതനാണ്. പിന്നെ എങ്ങനെ അസുരകുലജാതനായിട്ടുള്ള ഈ നീചനായിട്ടുള്ള എനിക്ക് എങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞങ്ങനെ സ്തുതിക്കുമ്പോഴേക്കും എന്താണ്, ആ നരസിംഹദേവൻ എന്താണ് തന്റെ ഭക്തനെ ഇങ്ങനെ നോക്കും. അതായത് നരസിംഹദേവൻ ഇത്രയേ ഉണ്ടെങ്കിൽ പ്രഹ്ലാദൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അമ്പലത്തിലെ പ്രഹ്ലാദ് നരസിംഹദേവനെ എല്ലാവരും കണ്ടിട്ടില്ലേ? അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്, അല്ലെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ. നമ്മുടെ മായപ്പൂരിൽ നരസിംഹദേവനെ സ്ഥാപിക്കാൻ നേരത്തെ ആ സ്ഥാപതി പറഞ്ഞത്, ഇല്ല, പ്രഹ്ലാദനെ സാധിക്കില്ല, ഒരു ഈച്ചയുടെ അത്രയും ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇപ്പോഴുള്ള അത്രയും ചെയ്തത്. അപ്പൊ അങ്ങനെ ആ തന്റെ ഭക്തനെ കണ്ടപ്പോഴേക്കും നരസിംഹദേവൻ അത്യധികം എക്സ്റ്റാറ്റിക് ആയി, അത്രയും സന്തോഷമായി. ഭഗവാൻ വേഗം എന്താണ് പ്രഹ്ലാദന്റെ ശിരസിൽ കൈവയ്ക്കും. അതോടുകൂടി ആ പ്രഹ്ലാദൻ എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മോചിതനാവും. അവിടെ പറയും, ഭഗവാൻ പറയും, പ്രഹ്ലാദ, നിന്നെ പോലെയുള്ള ഒരു ഉത്തമ ഭക്തൻ എവിടെയാണ് ഉണ്ടാവുക? എനിക്ക് ഇങ്ങനത്തെ ഒരു ഭക്തൻ ഉണ്ടാവുകയില്ല. എത്രമാത്രം ട്രിബുലേഷൻസ്, എത്രമാത്രം ബുദ്ധിമുട്ടുകൾ നീ സഹിച്ചു, എന്നിട്ടും എൻ്റെ ഭക്തിയിൽ നിന്ന് അണുവിട നീ വ്യതിചലിച്ചില്ല. നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ, എന്തും ചോദിക്കാൻ നിനക്കെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മറുപടിയായിട്ട് പ്രഹ്ലാദൻ പറയുന്ന ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ശ്രീമദ് ഭാഗവതം 7-ാമത്തെ സ്കന്ധത്തിലെ 10-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകമാണ്. യദീ ദാസ്യസി മേ കാമാൻ വരം ത്വാം വരദർഷഭ, യദീ ദാസ്യസി മേ കാമാൻ വരം ത്വാം വരദർഷഭ, കാമാനാം ഹൃദ്യ സംരോഹം, കാമാനാം ഹൃദ്യ സംരോഹം, കാമാനാം ഹൃദ്യ സംരോഹം, ഭവതസ്തു വൃണേ വരം. പ്രഹ്ലാദ് മഹാരാജ് ഭഗവാനെ വിളിക്കുന്നത്, അഡ്രസ് ചെയ്യുന്നത് വരദർഷഭ എന്നാണ്. വരദ ഋഷഭ, ബെസ്റ്റ് ഓഫ് ദി ഗിവർ ഓഫ് ബെനഡിക്ഷൻസ്. അതായത് ഭഗവാനെ പോലെ വരം കൊടുക്കാൻ ആർക്കും സാധിക്കില്ല. നമ്മളിപ്പോ കണ്ടു, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഹിരണ്യകശിപു ഇത്രയും ഉഗ്ര തപസ് ചെയ്തത്? അമരത്വത്തിന് വേണ്ടിയിട്ട്. ആദ്യമേ ബ്രഹ്മദേവൻ പറഞ്ഞു, എനിക്കത് മാത്രം തരാൻ സാധിക്കില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല, അൺലിമിറ്റഡ്, എന്ത് ചോദിച്ചാലും ഭഗവാന് തരാൻ സാധിക്കും. നമ്മളിപ്പോ പറഞ്ഞുള്ളൂ, ചോദിക്കാതെ തന്നെ മഹാബലിക്ക് സുതലത്തില് അതുപോലെ അടുത്ത ഇന്ദ്രനാവാൻ വരം കൊടുത്തു. ധ്രുവ മഹാരാജന് എന്താണ്, ചോദിക്കാതെ തന്നെ ധ്രുവലോകം, ഒരിക്കലും നശിക്കാത്ത ലോകം കൊടുത്തു. പറയണം, അത് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രഹ്ലാദൻ പറയാണ്, ഭഗവാനെ എനിക്കറിയാം അങ്ങ് എന്ത് വരം വേണമെങ്കിലും തരും, പക്ഷെ എനിക്കൊന്നും വേണ്ട. പിന്നെ അങ്ങ് പറയാണ്, എന്തെങ്കിലും വരം ചോദിച്ചേ മതിയാവൂ എന്ന് അങ്ങ് പറയുകയാണെങ്കിൽ ഒന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. കാമാനാം ഹൃദി അസംരോഹം, ഒരു തരത്തിലുള്ള മെറ്റീരിയൽ ഡിസയർസ്, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും എൻ്റെ ഹൃദയത്തിൽ വരാതിരിക്കട്ടെ. കാരണം അങ്ങ് എൻ്റെ സ്വാമിയാണ്, ഞാൻ അങ്ങയുടെ ദാസനാണ്. ആ തൃപ്പാദഭക്തി മാത്രം മതി എനിക്ക്.
അതിന് തടസ്സം നിൽക്കുന്ന ഒരു ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും എൻ്റെ ഹൃദയത്തിൽ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും പറഞ്ഞു, അതായത് എനിക്കറിയാം എൻ്റെ അച്ഛൻ പരമദുഷ്ടനാണ്, 14 ലോകങ്ങളെയും ബുദ്ധിമുട്ടിച്ചവനാണ്, എന്നാലും ഞാൻ എൻ്റെ അച്ഛന് കടപ്പെട്ടവനാണ്. അപ്പോൾ അങ്ങ് കരുണാമയനാണ്, എനിക്കൊന്നേ പറയാനുള്ളൂ, അതായത് എൻ്റെ അച്ഛന് മോക്ഷം കൊടുക്കണേ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭഗവാൻ നരസിംഹദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഹ്ലാദ, നീ ഈ അസുരകുലത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം നിന്റെ അച്ഛൻ മാത്രമല്ല, നിന്റെ 21 തലമുറ ആൾറെഡി വൈകുണ്ഠത്തിൽ എത്തിക്കഴിഞ്ഞു. നോക്കൂ, ഒരു ഭക്തൻ ഒരു കുടുംബത്തിൽ ജനിച്ചുകൊണ്ടുള്ള ഗുണം നോക്കൂ. അതായത് ഹിരണ്യകശിപു എത്ര ഘോര തപസ്സ ചെയ്ത് ശരീരം പോലും ഇല്ലാതായി, എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. പ്രഹ്ലാദൻ എന്താ ചെയ്തത്? വളരെ സരള സിമ്പിൾ ഡിവോഷൻ. അതായത് ഭക്തിയെ പറ്റി ഭാഗവതത്തിൽ എന്താ പറയുന്നത്? സുസുഖം കർത്തും അവ്യയം, വളരെ അനായാസം ചെയ്യേണ്ടതാണ്, ഭയക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ആ അനായാസമായിട്ടുള്ള ഭക്തി കൊണ്ട് നോക്കൂ, പ്രഹ്ലാദ് മഹാരാജ് ആ സിൻസിയർ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയായിരുന്നു. ഭക്തി അണുവിട പോലും വ്യതിചരിച്ചില്ല. അത്രമാത്രം ഉത്തമമായിട്ടുള്ള വിശ്വാസമായിരുന്നു ഭഗവാന്റെ മുകളിൽ. അപ്പൊ അങ്ങനെ നമുക്ക് ആർക്കും ഒരു പക്ഷേ പ്രഹ്ലാദ് മഹാരാജിനെ പോലെ ഭക്തി ചെയ്യാൻ നമുക്ക് ആർക്കും സാധിച്ചെന്ന് വരില്ല. പക്ഷേ ചില പ്രഭാതർ പറയുന്നത്, എല്ലാ ആചാര്യന്മാരും എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത്, നമ്മളൊരു ഉത്തമ വൈഷ്ണവനായി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ അച്ഛനമ്മമാരെ മാത്രമല്ല 7 തലമുറകളെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വൈകുണ്ഠത്തിൽ എത്തിക്കാൻ സാധിക്കുന്നു പറയുന്നത്. അപ്പോൾ അതിലും വലുതായിട്ട് എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക? കാരണം നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മൾ സമ്പത്തോ ധനമോ എന്തൊക്കെ സൗകര്യങ്ങൾ കൊടുത്താലും അവർക്കത് ഈ ശരീരമുള്ള സമയത്ത് മാത്രമല്ലേ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് എറ്റേണൽ ബെനിഫിറ്റ് ആണ്, ശാശ്വതമായിട്ടുള്ള ഫലമാണ്. അപ്പോൾ ചില പ്രഭാതർ പറയുന്നുണ്ട്, നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട എന്ത് ചെയ്യുമെന്ന്. ഒരു ഷോർട്ട് കട്ടാണ് പറയുന്നത്, എന്താണ്? 16/4, അതായത് 16 മാല ജപിക്കുക, 4 യമനിയമങ്ങൾ പാലിക്കുക. 4 യമനിയമങ്ങൾ എന്തൊക്കെയാണ്? സനാതന ധർമ്മത്തിന്റെ 4 തൂണുകളാണ്, 4 pillars of religion. അതാണ് 4 യമനിയമങ്ങൾ. അപ്പൊ അതിന് വിരുദ്ധമായിട്ടുള്ളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ എന്താണ്? സത്യം, പിന്നെ പവിത്രത, തപസ്, ദയ. സത്യം, അതായത് ഗാംബ്ലിംഗ്, പണം വെച്ച് ചൂത് കളിക്കാൻ നേരത്ത് നമുക്ക് ഒരിക്കലും സത്യം പാലിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തത് പവിത്രത, ഇല്ലിസിറ്റ് സെക്സ്, അവിഹിത ലൈംഗിക ബന്ധം കൊണ്ട് നമുക്ക് ആ പവിത്രത ഇല്ലാതാവും. അതുകൊണ്ടാണ് ധർമ്മപത്നി എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഇൻടോക്സിക്കേഷൻ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. അതുവഴി നമ്മുടെ തപശക്തി ഇല്ലാതായി മാറും. നമ്മൾ നാമം ജപിക്കുമ്പോഴും ഭഗവത്ഗീത ഭാഗവതാദികൾ പാരായണം ചെയ്യുമ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു തപശക്തി കിട്ടും. അത് ഈ ഓട്ട ബക്കറ്റിൽ വെള്ളം ഒഴിക്കുന്ന പോലെ ആയിരിക്കും, അത് പോയിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും നിലനിൽക്കില്ല. നാലാമത്തത് ദയ, ഭൂതദയ, മറ്റു ജീവജാലങ്ങളുള്ള ദയ, മെർസി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? നമ്മളെന്താ പറയാ? പ്രാണന് തുല്യം സ്നേഹിക്കുന്നതില്ല. പ്രാണനാണ്, നമ്മുടെ പ്രാണൻ നമുക്ക് ഏറ്റവും വലുത് അല്ലേ? അതുപോലെ ഓരോ ജീവികൾക്കും അവരുടെ പ്രാണനാണ് ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ മറ്റ് ജീവികളുടെ പ്രാണനെ തൃണവൽഗണിച്ചുകൊണ്ട്, പുല്ലുവില കൊടുത്തുകൊണ്ട് നമ്മുടെ ഒരൊറ്റ ഇന്ദ്രിയത്തിന് വേണ്ടിയിട്ട്, ഒരൊറ്റ സെൻസ്, ഏതാണത്? നാവ്. നാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റ് ജീവികളുടെ ആ ശരീരം നമ്മൾ ഭക്ഷിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് ശവക്കറികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് ആ മാംസാഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പാപകർമ്മങ്ങളിൽ ഒന്നാണ്. നമ്മൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ, ശാരീരികമായിട്ടുള്ളതാവട്ടെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തായിരുന്നാലും അതെല്ലാം ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ആ മാംസാഹാരം നിർത്തി നമ്മൾ എപ്പോൾ ഭഗവാൻ നാമം ജപിച്ചു തുടങ്ങുന്നു, അപ്പോൾ നമുക്ക് ആ ബ്ലിസ്ഫുൾനെസ്, ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ജീവിതത്തിൽ വെളിവാകും. അപ്പോൾ ചില പ്രഭാതത്തിൽ പറയുന്നുണ്ട്, എന്താണ്? ഈ 4 യമനിയമങ്ങൾ പാലിക്കുക, അതുപോലെ തന്നെ 16 മാല ജപിക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഒരു മന്ത്രം 108 പ്രാവശ്യം ചൊല്ലിയാലും ഒരു മാലയാവുള്ളൂ. അങ്ങനെ 16 മാല ജപിക്കണമെങ്കിൽ ഇവിടെ പലരുണ്ട് ജപിക്കുന്നവര് 2 മണിക്കൂർ ലൈൻ എടുക്കും. പക്ഷെ പലരും തുടക്കക്കാർക്ക് തോന്നിയേക്കാം, ഭഗവാനെ ഇതൊക്കെ എങ്ങനെ സാധ്യമാവും? പക്ഷെ ഒരു ബേബി സ്റ്റെപ്പ്, ഒരു ചെറിയ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വയ്ക്കുക. എന്താണ്? നമ്മൾ നാട്ടുപുറത്ത് പറയാറില്ലേ, അതായത് ഒരടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ 10 അടി നമ്മുടെ അടുത്തേക്ക് വെക്കും അല്ലേ? പക്ഷെ ആദ്യത്തെ ആ സ്റ്റെപ്പ് വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഭഗവാൻ നമുക്കൊരു ഫ്രീ വിൽ, നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, ചെറിയ സ്വാതന്ത്ര്യം. അതായത് നമ്മൾ ഈ ഭൗതിക ലോകത്ത് തന്നെ പറയാറില്ലേ, സ്നേഹം പിടിച്ചു വാങ്ങാൻ സാധിക്കില്ല അല്ലേ എന്ന് പറഞ്ഞ പോലെ ഭക്തി ഒരിക്കലും ഭഗവാൻ നമ്മുടെ അടുത്ത് നിന്ന് പിടിച്ചു വാങ്ങില്ല. നമ്മളത് ആ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭഗവാന് വേണ്ടി ഒരു ചെറിയ സ്റ്റെപ്പ്, അതായത് ദിവസേന 1 മാല ജപിക്കുകയാണെങ്കിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ,
തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഗീതയില് 10ാമത്തെ അധ്യായത്തിൽ 10ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തിതേ. അപ്പൊ ദിവസേന ഭഗവാന്റെ നാമം ജപിക്കുന്ന ഭക്തന് തീർച്ചയായിട്ടും ഭഗവാൻ ദദാമി ബുദ്ധിയോഗം, ആ ബുദ്ധിയോഗം കൊടുക്കും. ഏത്? യേന മാം ഉപയാന്തിതേ. ആ ബുദ്ധി ഉപയോഗിച്ച് ആ ഭക്തന് ഗ്രാജുവലി പടിപടിയായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. കൂടെയുള്ള എല്ലാവരും ഒരുപാട് ദീക്ഷ എടുത്ത ഭക്തന്മാരുണ്ട്. അവരെല്ലാവരും ഒരു ദിവസം കൊണ്ടൊക്കെ ആയത്. അവരെടുത്ത ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസേന ഭഗവാൻ ഒരു മാല ജപിക്കുകയാണ്. അതിന് 7 മിനിറ്റ് മതി. അപ്പൊ എല്ലാവരുടെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന, നാമം ജപിക്കാത്തവരായിട്ട് ജപിച്ച് തുടങ്ങിയിട്ടില്ല, ദിവസേന നാമം ജപിച്ച് തുടങ്ങിയിട്ടില്ല ആരുണ്ടെങ്കിലും, മക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും ദിവസേന 7 മിനിറ്റ് എടുക്കുക. രാവിലെയോ വൈകുന്നേരമോ ഏത് നേരമെങ്കിലും ആയിക്കോട്ടെ. മാലയിലൊന്നും ജപിക്കണമെന്നില്ല, കയ്യിലെണ്ണി ജപിച്ചാൽ മതി, ക്ലിക്കറിലോ ഇങ്ങനെ ജപിച്ചാൽ മതി. 108 പ്രാവശ്യം ഭഗവാന്റെ നാമം ദിവസേന ജപിക്കുക. ഭഗവാൻ കൂടെ ഉണ്ടാവും നമ്മുടെ. അതായത് നമ്മുടെ ഈ ഭക്തിയോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റെസിപ്രോക്കേഷൻ ആണ്. ഭഗവാന്റെ പ്രതികരണം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ എല്ലാവരും ജപിക്കുക. ഹരേ കൃഷ്ണ. ആരൊക്കെ ദിവസേന ജപിക്കും? കൈ പൊക്കാമോ? അത് ഇത്രയും കേട്ടിട്ട് ജപിക്കില്ല എന്ന് പറയുന്നവരുണ്ടോ? ഭഗവാനെ ഹരേ കൃഷ്ണ ജപിക്കൂല, ജപിക്കൂല, ജപിക്കണം. ജപിച്ചില്ല, ഇനി ജപിക്കണം കേട്ടോ. അമ്മ ജപിക്കാമോ? സിമ്പിളാ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എപ്പോഴെങ്കിലും ദിവസം ഒരു പ്രാവശ്യം. ഇനി പനിയോ അല്ലെങ്കിൽ പഠിക്കാൻ കുറേ ഇന്ന് ജപിച്ചില്ലെങ്കിൽ നാളെ ഒരെണ്ണം എക്സ്ട്രാ ജപിച്ചിട്ടുണ്ട്. ഭഗവാൻ കൂടെ ഉണ്ടാവും എപ്പോഴും കേട്ടോ. ഹരേ കൃഷ്ണ. പിന്നെ ഒക്കെ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം, സമയം അധികം ക്ഷമിക്കുക. അതായത് എല്ലാവരും ചോദിക്കുന്നതാണ്, എന്തിനാണ് നരസിംഹദേവനെ ഭജിക്കുന്നത്? നമ്മൾ നരസിംഹാവതാരം കേട്ടല്ലോ. കാരണം വൈഷ്ണവർ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വർഷിപ്പായിട്ട് കരുതുന്നത് എന്താണ്? രാധാകൃഷ്ണ വർഷിപ്പ് അല്ലേ? കാരണം അസംഖ്യം വൈകുണ്ഠ ഗ്രഹങ്ങളിൽ ഭഗവാൻ മാധവൻ, മധുസൂദനൻ, ജനാർദ്ദനൻ എന്നിങ്ങനെ പറയുന്ന പല രൂപങ്ങളുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള വൈകുണ്ഠ പ്ലാനറ്റ്, വൈകുണ്ഠ ഗ്രഹത്തിൽ ഗോലോക വൃന്ദാവനത്തിൽ സാക്ഷാൽ ശ്രീ രാധാകൃഷ്ണന്മാര് ഗോപി സമേതരായിട്ട് അവർ എറ്റേണൽ പാസ്റ്റ് ടൈംസ് നിത്യലീലകൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ ദൈനംദിന പ്രശ്നങ്ങളാണ്. ദിവസവും ജോലി പ്രശ്നം, വീട്ടിൽ പ്രശ്നം, അവിടെ പ്രശ്നം. നമുക്കത് ഭഗവാനോടില്ലാണ്ട് ആരോടെ പറയാം? ആചാര്യന്മാര് പറയുന്നത് രാധാകൃഷ്ണന്മാരെ ബുദ്ധിമുട്ടിക്കാതെ അവരിവിടെ ഈ ലോകത്ത് ലക്ഷ്മി നരസിംഹദേവനായിട്ടുണ്ട്. ആ നരസിംഹദേവൻ ഒരൊറ്റ ഡ്യൂട്ടി ഉള്ളൂ. എന്താണ്? ഭക്ത വിഘ്ന വിനാശക ശ്രീ നരസിംഹദേവ ഭഗവാൻ. ആ നരസിംഹദേവനെ വിളിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അദ്ദേഹം വിളിച്ചാൽ വെളിപ്പുറത്ത് എപ്പോഴും കൂടി ഉണ്ടാവും. ഒരുപാട് ഭക്തന്മാരുടെ അനുഭവം ഉള്ളത്, ഒരുപാട് കഥകളുണ്ട്. സമയം വൈകുന്നേരം ഞാൻ പറയുന്നില്ല, 1 മിനിറ്റ് എടുത്ത് ഒരു കാര്യം മാത്രം പറയും. അതായത് റീസെന്റ് നടന്ന കാര്യമാണ്, ഞാൻ അമ്പലത്തിലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി നരസിംഹാവതാരം ആയതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്. അതായത് അമേരിക്കയിൽ വെച്ചിട്ട് നമ്മുടെ കുറെ ഭക്തന്മാര്, അവിടെയെല്ലാം നമുക്കറിയാം, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ നിരവധി ഈ യങ് ബ്രഹ്മചാരികളായിട്ട് മാറുന്നുണ്ട് പലരും. വെസ്റ്റേണേഴ്സ് തന്നെ അവർ ഈ ഫിലോസഫിയിൽ ആകർഷകരായിട്ട് എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ നാമജപം, നഗര സങ്കീർത്തനം ചെയ്യുക, അതുപോലെ തന്നെ ഭാഗവതം, ഭഗവത്ഗീത വിതരണം ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന നിരവധി പേരുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ഭക്തന്മാരുടെ ഇടയിലേക്ക് കുറെ ബൈക്ക് റൈഡേഴ്സ് വരും. അവര് നേരെ വന്ന് ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങും. ഇവരെല്ലാവരും ഓടി വിളിക്കാൻ തുടങ്ങും. അതിൽ ഒരു ഭക്തൻ മാത്രം ഓടിപ്പോയപ്പോഴേക്കും ഒരു ഡെഡ് എൻഡ്, ഇവിടെ ഓടാൻ സ്ഥലമില്ല. അദ്ദേഹം ഇവരെല്ലാവരും വരുന്നതായിട്ട് പേടിച്ച് കണ്ണടച്ച് നരസിംഹദേവന്റെ പ്രണാമം എന്ന് ചൊല്ലും. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യുർമാമ്യഹം. ഇത് ചൊല്ലി കണ്ണ് തുറന്നു നോക്കുമ്പോഴേക്കും അവരെ കാണില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് തിരിച്ചു ചെല്ലും. പിറ്റേന്ന് നോക്കാൻ നേരത്തുണ്ട് ഇവരെല്ലാവരും ആ ക്ഷേത്രത്തിലേക്ക് വരുന്നു. അദ്ദേഹം ഭയന്ന് വേഗം ഒരു മൂലയ്ക്ക് വിളിച്ചിരിക്കും. അപ്പൊ അങ്ങനെ അല്പനേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവർ വളരെ ശാന്തരായിട്ട് ഭഗവാന് മുന്നിൽ പോയി ഇങ്ങനെ കൈയൊക്കെ കൂപ്പി നോക്കി നിൽക്കുകയാണ്. അദ്ദേഹം എല്ലാം അടുത്ത് നിന്ന് ചോദിക്കും, അല്ല നിങ്ങൾ എന്നെ ഉപദ്രവിക്കാനല്ലേ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. അല്ലല്ലോ എന്ന് പറയും അവര്. പിന്നെ ഇന്നലെ എന്നെ എന്തിനാണ് ഇങ്ങനെ ഓടിച്ചിട്ടെന്ന് ചോദിക്കും. അത് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെയായിരുന്നു, പക്ഷെ ഞങ്ങള് നിന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും നീ കണ്ണക്കടച്ച് എന്തോ ഒരു വലിയ മന്ത്രമൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നിന്റെ പിന്നിൽ വലിയൊരു ബീസ്റ്റ്, അതായത് ഒരു സത്വത്തിനെ കണ്ടു, പകുതി സിംഹവും പകുതി മനുഷ്യനാക്കിയിട്ടുള്ള ശ്രീ പ്രഹ്ലാദ നരസിംഹദേവ ഭഗവാനിക്ക്. അപ്പൊ ഞങ്ങളിത് അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങള് ഓടിപ്പോയി. പിന്നെ ഞങ്ങൾ എല്ലാവരും അന്വേഷിച്ചു, എവിടുന്ന് ഇവര് വന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് ഇതെന്താ മറിമായാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ ലീലകൾ ദിവസേന നടക്കുന്നുണ്ട്. നമ്മളപ്പോൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ദിവസേന ഒരു മാല ജപിക്കുക. അതുപോലെ തന്നെ കാർത്തിക മാസം വളരെ വിശേഷമാണ് ജപിച്ചു തുടങ്ങാനായിട്ട്. ഈ ദിവസം ഒരു മാല ജപിക്കുന്നതുകൊണ്ട് 2 ആക്കുക, ഒരു മാല അധികം ജപിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ 16 ആക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഒരു ലക്ഷ്യം മാത്രം ഉണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് 16 മാല ജപിക്കാനും 4 യവനിയമങ്ങൾ ഗ്രാജ്വലി വഴിയെ നമുക്ക് പാലിക്കാനുള്ള എല്ലാ ശക്തിയും തരും. ദിവസേന എല്ലാവരും ജപിക്കും, മക്കളെ ജപിക്കുമല്ലോ അല്ലേ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ
ॐ नमो भगवते नरसिंहाय